മദ്യനയം തീരുമാനിക്കേണ്ടത് UDF ആണ്. UDF ഞങ്ങളെല്ലാവരുമായിട്ട് സംസാരിക്കും. ഞങ്ങൾ സംസാരിക്കും. ഞങ്ങളൊരു ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തും. ആ ഡ്രാഫ്റ്റ് എല്ലാ കക്ഷികളും സംസാരിക്കും. ഞങ്ങളൊരു തീരുമാനം എടുക്കും. ഇനി UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. വീര്യം കുറഞ്ഞ മദ്യം കുറഞ്ഞ നികുതി ചുമത്തി ലഭ്യമാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട്. UDF ചർച്ച ചെയ്ത് തീരുമാനമെടുത്താലേ മുന്നോട്ടുള്ളൂ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുന്നണി തീരുമാനമെടുത്താൽ ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതിയിലാകും വിൽക്കുക. കരിമണൽ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുമെന്ന തീരുമാനമില്ലെന്നും PM ശ്രീയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിട്ടില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിക്കിടെ VD സതീശനും പിണറായി വിജയനും പലവട്ടം കൊമ്പുകോർത്തു. മദ്യനയത്തിൽ പിന്നോട്ടോ? ചർച്ചയിൽ ശ്രീ രാജു പി നായർ കോൺഗ്രസ്, ശ്രീ VPP മുസ്തഫ CPM, ശ്രീ MN കാരശ്ശേരി സാമൂഹ്യ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ VPP മുസ്തഫ, LDF സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ സംസാരിച്ചത്. നികുതി ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ നിരക്കിൽ കുറഞ്ഞ നികുതിയിൽ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുക എന്ന രാഷ്ട്രീയ തീരുമാനം ഉണ്ടായിട്ടില്ല. അത് മുന്നണി തീരുമാനിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മാത്രമേ അങ്ങനൊരു കാര്യം നടക്കൂ, ഇല്ലെങ്കിലില്ല എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഉയർന്ന വിമർശനങ്ങൾക്ക് വഴങ്ങലും ഒരു പിന്നോട്ട് പോകലും കൂടിയാകാം. അതൊരു നല്ല ജനാധിപത്യ മാതൃകയല്ലേ? അങ്ങനെ സംഭവിച്ചാലല്ലേ കാര്യമുള്ളൂ. അഭിലാഷേ, ഇവിടെ എന്താ പ്രശ്നം? ഇന്ന് ബഡ്ജറ്റ് പാസാക്കി. ഈ സെഷന്റെ അടുത്ത ദിവസങ്ങളിൽ ഈ ബജറ്റ് പ്രാബല്യത്തിൽ വരുത്താനുള്ള ഫിനാൻസ് ബില്ല് ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങൾ, അതോടുകൂടി ബജറ്റ് പൂർണ്ണമായി. ബജറ്റ് നിർദ്ദേശം അതോടുകൂടി നടപ്പിലായി. അതിന് പിന്നെ പൊളിറ്റിക്കൽ തീരുമാനം ആദ്യം കാത്തേക്കേണ്ട കാര്യമില്ലല്ലോ. വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇതുവരെ കേരളത്തിൽ നികുതിയില്ല. അഥവാ ഉണ്ടെങ്കിൽ അത് 251%. അതിൻ്റെ പകുതി കുറച്ചിട്ടുള്ള നികുതി നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു കഴിയുന്നു. അടുത്ത ആഴ്ചയോടുകൂടി 1-ാം തീയതി, ജൂലൈ 1-ാം തീയതിയോടുകൂടി വന്നു കഴിയും. ഈ ബഡ്ജറ്റിൻ്റെ മറ്റ് ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തീകരിക്കുന്നതോടുകൂടി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ UDF വേറെ തീരുമാനം എടുത്തിട്ട് എന്ത് കാര്യം? ഈ ബഡ്ജറ്റ് നിർദ്ദേശം പിൻവലിക്കണ്ടേ? അത് റദ്ദ് ചെയ്യണ്ടേ? അതല്ലെങ്കിൽ ആർക്കും നിയമപരമായിട്ട് അത് നടപ്പിലാക്കാനുള്ള നടപടിയെടുക്കാമല്ലോ. അല്ല, അത് പൊളിറ്റിക്കൽ തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നിയമസഭ പാസാക്കിയ നമുക്കറിയാം കേരളത്തിലെ മദ്യ വിപണനം എന്ന് പറയുന്നത് മോണോപ്പൊളിയാണ്. ബെവ്കോയുടെ, ബെവറേജസ് കോർപ്പറേഷന്റെ മോണോപ്പൊളിയാണ്. ബാറുകൾക്ക് മദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ബെവറേജസ് കോർപ്പറേഷനാണ്. ബെവറേജസ് കോർപ്പറേഷൻ ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യം പർച്ചേസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ കഴിഞ്ഞല്ലോ. നികുതി ഘടനയൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ ബെവ്കോ മൊണോപ്പൊളിയാണ് എന്നിരിക്കെ എക്സൈസ് വകുപ്പ് തീരുമാനിക്കാതെ എങ്ങനെയാണ് പുതിയ കാറ്റഗറി മദ്യം വരിക? അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഈ ബഡ്ജറ്റ് പാസാക്കി അതിന്റെ നിയമപരമായിട്ടുള്ള നടപ്പിലാക്കലിനുള്ള ഫിനാൻസ് ബില്ലുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിന് നിയമസാധുത വന്നു. നിയമസഭ പാസാക്കിയിട്ടുള്ള ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി അഭിലാഷിനോ എനിക്കോ ആർക്ക് വേണമെങ്കിലും, ബക്കാടിക്ക് ഉൾപ്പെടെ, പിന്നെ നിയമത്തിന്റെ വഴി തേടാമല്ലോ. അവിടെ ബീവറേജ് കോർപ്പറേഷനെ കൊണ്ട് അത് നിർബന്ധമായും വാങ്ങിപ്പിക്കാനുള്ള ഉത്തരവ് വാങ്ങിച്ചെടുക്കാമല്ലോ. അങ്ങനെ വന്നാലോ? അപ്പൊ എന്തൊരു മുടന്തൻ ന്യായമാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത് നിയമസഭയിൽ. UDFന്റെ പോളിസി വരായിട്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇത്ര തിടുക്കമുണ്ടായത്? പക്ഷെ അതല്ലേ ചോദ്യം. അദ്ദേഹം പറയുന്ന പോലെ രാഷ്ട്രീയ തീരുമാനം വരാനുള്ളതേ ഉള്ളൂ, അത് UDF ചർച്ച ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് 1-ാമത്തെ ബജറ്റിൽ തന്നെ ഇതുകൊണ്ട് കഴിഞ്ഞ അദ്ദേഹം തന്നെ പറയുന്ന പോലെ അദ്ദേഹം കുറെ നാൾ വഴികൾ പറഞ്ഞതിനെ കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചല്ലോ, അഭിലാഷ് സൂചിപ്പിച്ചല്ലോ. എന്ന് പറഞ്ഞാൽ 3-4 വർഷമായി LDF ഗവൺമെന്റിന്റെ മുന്നിൽ അങ്ങനെ ഒരു ഫയൽ ഉണ്ട്. ആ ഫയലിൽ പക്ഷേ LDF ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടില്ലല്ലോ. 3-4 വർഷമായിട്ടും തീരുമാനമെടുത്തിട്ടില്ലല്ലോ. അങ്ങനെ എടുക്കാത്ത ഒരു ഫയലിൽ ആ LDF ഗവൺമെന്റിന്റെ പോളിസികളെ തള്ളി പറഞ്ഞുകൊണ്ട് LDF ഗവൺമെന്റിന്റെ നയങ്ങൾ ജനവിരുദ്ധമാണ്, ജനദ്രോഹമാണ് എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്നവർ എന്തിനാണ് ആ LDF ഗവൺമെന്റ് തുടങ്ങി വെച്ച അതേ ഫയൽ, ആ ഫയൽ പുതുതായിട്ടല്ല, നിങ്ങൾ ആലോചിക്കണം. അദ്ദേഹം എന്ന് പറഞ്ഞല്ലോ MV ഗോവിന്ദന്റെ കാലത്ത് തുടങ്ങിയതാണെന്ന്. അതേ ഫയൽ ശരവേഗത്തിൽ തീരുമാനമെടുത്ത് ഇങ്ങനെ 1-ാമത്തെ ബജറ്റിൽ തന്നെ ഉൾക്കൊള്ളിച്ചത്. ഈ വീര്യം കുറഞ്ഞ മദ്യം ഇവിടുത്തെ ഒരു അനിവാര്യമായിട്ടുള്ള പോഷകാഹാരമൊന്നുമല്ലല്ലോ, ജീവൻ രക്ഷ ടോണിക്കൊന്നുമല്ലല്ലോ. അതിനേതെങ്കിലുമാണ് ഇങ്ങനെ തീരുമാനമെടുത്തെങ്കിൽ ക്യാൻസർ രോഗികൾക്കുള്ള ഒരു മരുന്ന്
അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ജീവൻ രക്ഷാ ഔഷധം, അതിനാണ് ഇങ്ങനെ. ശരി, LDF ഗവൺമെന്റ് കാലത്ത് തുടർന്നാണെങ്കിലും ഞങ്ങൾക്ക് LDF നയത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇത് അനിവാര്യം, ഞങ്ങൾ തുടർന്നു എന്ന് മനസ്സിലാക്കാം. ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ. ശരി, എന്തിനാ എന്ന് വിശദീകരിക്കേണ്ടത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ പ്രതിനിധികൾ അതിന് ഉത്തരം അദ്ദേഹത്തിന്റെ താല്പര്യം നടക്കുന്നത്. ശരി ശരി, ആ താല്പര്യം എന്ത്, അത് കോൺഗ്രസ് ഉത്തരം പറയേണ്ട കാര്യമാണ്. ശ്രീ MN കാരശ്ശേരി, താങ്കൾ അടക്കമുള്ള ആളുകൾ ഒരു പുതിയ സർക്കാരിനെ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ അത് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളാണ്. ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആദ്യത്തെ ബജറ്റിലെ ഈ നടപടി, ഇപ്പൊ മദ്യത്തിന്റെ കാര്യമെടുത്താൽ VD സതീശൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. വീര്യം കുറഞ്ഞ മദ്യം കുറഞ്ഞ നികുതിയിൽ കൊണ്ടുവന്നാൽ അത് എതിർക്കപ്പെടേണ്ട കാര്യമാണ്, അത് അഴിമതിയാണ് എന്ന് അദ്ദേഹത്തിന്റെ തന്നെ വാക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബജറ്റിൽ അത് അതേപടി ഇടം പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മുമ്പ് അഴിമതി എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ നടപ്പാക്കുന്നത് എന്തെന്ന് ചോദ്യം വരും. അത് സ്വാഭാവികമായും ആൻസർ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായി മാറും. പല കാര്യങ്ങൾ ഇതിനോടകം തന്നെ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട്. PM ശ്രീ വളരെ ശക്തമായ രാഷ്ട്രീയമായ എതിർപ്പുണ്ടായിരുന്ന ഒരു വിഷയമാണ്. ആ PM ശ്രീയെ കുറിച്ച് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഞങ്ങൾ ഇത് നടപ്പാക്കാൻ നിർബന്ധിതരാകുന്നത് കാണുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് നമ്മൾ കേട്ടു. ഇത് പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമാണോ? താങ്കൾ നിരാശനാണോ? അഭിലാഷ്, ഞാനങ്ങനെ നിരാശനാണ് എന്ന് പറയാൻ വയ്യ. പക്ഷേ കാരണം ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ, നമ്മൾ അവർക്ക് സമയം കൊടുക്കുക. മദ്യത്തിൻ്റെ കാര്യം നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് എന്നുവെച്ചാൽ കേരളം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ലഹരിയാണ് എന്നെല്ലാവർക്കും അറിയാം. ലഹരി മുക്ത കേരളം എന്ന് പറഞ്ഞിരുന്നു പിണറായി ഗവൺമെൻറ്. 2016 29 5 സ്റ്റാർ ബാർ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ 945 5 സ്റ്റാർ ബാർ ഉണ്ട് എന്നാണ് മദ്യവിരുദ്ധ സമിതിയുടെ പ്രധാനപ്പെട്ട നേതാവ് ഇയച്ചേരി കുഞ്ഞകൃഷ്ണൻ മാഷ് എനിക്ക് തന്ന ഒരു കണക്ക്. അപ്പോൾ 5 സ്റ്റാർ ബാറുകൾ മലപ്പുറത്ത് ഒന്നുള്ളത് 31ആയി, കോഴിക്കോട്ട് ഒന്നുള്ളത് 41ആയി. ആലോചിക്കൂ എവിടേക്കത് പോണത്. അപ്പം കള്ള് നല്ലൊരു ഭക്ഷണപദാർത്ഥമാണ് എന്ന് പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചില CPM നേതാക്കന്മാർ പറയുന്നത് നമ്മൾ കേട്ടു. ഇത് നമ്മുടെ വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് എന്നെപ്പോലെ പലർക്കും വലിയ ആവേശം ഉണ്ടാക്കിയ ഒന്നാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ഈ മയക്കുമരുന്ന്, കഞ്ചാവ് തുടങ്ങിയുള്ള കാര്യങ്ങൾ വേട്ടയാടുന്ന കൂട്ടത്തിൽ ഈ തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് തീരുവ കുറയ്ക്കുക എന്നൊരു നിലപാട് വരാൻ പാടില്ലാത്തതാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 1994 കേരളത്തിൽ നടപ്പാക്കിയ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിലെ ഒരു പ്രധാന വകുപ്പ് മദ്യഷാപ്പുകൾ അനുവദിക്കാനോ ഇല്ലാതെയാക്കാനോ ഒക്കെയുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തു. ഒരു പഞ്ചായത്തിൽ, ഒരു മുനിസിപ്പാലിറ്റിയിൽ, ഒരു കോർപ്പറേഷനിൽ അങ്ങനെ വേണോ വേണ്ടെന്ന് അവർ പഞ്ചായത്ത് തീരുമാനിക്കും. ഈ സാധനം കൊണ്ടുവരുമ്പോൾ കരുണാകരനാണ് മുഖ്യമന്ത്രി. 1999 നായനാർ അത് ദുർബലമാക്കി. 2012 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അത് വീണ്ടും പുനഃസ്ഥാപിച്ചു. 2017 പിണറായി ഗവൺമെൻറ് അത് അട്ടിമറിച്ചു. ഇപ്പോൾ സർക്കാർ തന്നെ മദ്യം ഉണ്ടാക്കാൻ അതിനാണ് മിന്നൽ മാജിക് എന്ന് പേരിട്ടത്. അപ്പോൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ മദ്യത്തിന് വലിയ സ്വീകാര്യത, അംഗീകാരം കിട്ടി വരികയാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കള്ളു കുടിക്കുക എന്ന് പറയുന്ന വലിയ മാനക്കേടായിരുന്നു. 1967 2ാം EMS മന്ത്രിസഭയാണ് മലബാറിൽ മദ്യം ഹലാലാക്കിയത്. ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്താണ് കള്ള് ഷാപ്പ്, ചാരായ ഷാപ്പ് എന്നൊക്കെയുള്ള ബോർഡ് മലബാറിൽ വരാൻ തുടങ്ങിയത്. ഞങ്ങൾക്കൊന്ന് വലിയ അത്ഭുതമായിരുന്നു. ഇപ്പം അത് പോയിട്ട് ജാതിമത ഭേദമില്ലാതെ കല്യാണത്തിൻ്റെ തലേന്നൊക്കെ സൽക്കാരം എന്ന് പറയുന്നത് മദ്യസൽക്കാരാണ്. അതൊന്നും ഒരു മോശപ്പെട്ട കാര്യമല്ല. നമ്മുടെ സിനിമകളിൽ, നമ്മുടെ സീരിയലുകളിലൊക്കെ അതിൻ്റെ വലിയ അംഗീകാരം, സാഹിത്യത്തിലൊക്കെ അതിന് വലിയ അംഗീകാരം കിട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സതീശൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് തീർച്ചയായിട്ടും എന്നെപ്പോലെ പലരും പ്രതീക്ഷിച്ച ഒന്നല്ല ഈ വാക്യം. തീർച്ചയായിട്ടും അത് വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത് വീര്യം കൂടിയ മദ്യത്തിലേക്കുള്ള ഒരു ക്ഷണക്കത്താണെന്ന് ആർക്കും അറിയാം. നമ്മുടെ യുവാക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് ഈ ലഹരിയാണ്.
അപ്പം ലഹരിമുക്ത കേരളം എന്നത് ഒരു മുദ്രാവാക്യമായിരിക്കുകയും അതിനുവേണ്ടി പ്രചാരവേലയ്ക്ക് പണം ചെലവാക്കുകയും അതേസമയം മദ്യഷാപ്പുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പണിയാണ് 10 കൊല്ലമായിട്ട് പിണറായി ഗവൺമെൻറ് എടുത്തത്. പിണറായി ഗവൺമെൻറ്റിൻ്റെ മാത്രം കുറ്റമല്ല, അതിന് മുമ്പത്തെ ഗവൺമെൻറ്റുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുക, അതിൻ്റെ മാന്യത കുറയ്ക്കുക, അതിൻ്റെ സാമൂഹ്യമായ സ്വീകാര്യത കുറയ്ക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളിൽ സതീശൻ ഗവൺമെൻറ് വളരെ ശ്രദ്ധിക്കും എന്നായിരുന്നു എന്നെപ്പോലെ പലരുടെയും പ്രതീക്ഷ. അതിന് തീർച്ചയായിട്ടും മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹം ഈ നിലപാടിൽ നിന്ന് പിന്നോക്കം പോവുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. രാജു പി നായർ പിന്നോക്കം പോവുകയാണോ? സുഖപ്പെടുത്താനായി മുറിപ്പെടുത്തുന്നവനാണ് ദൈവം എന്നൊക്കെ പറയാറുണ്ട് വിശ്വാസികൾ എന്ന് പറയുന്നത് പോലെ പിൻവലിക്കാനായി തീരുമാനമെടുക്കുന്ന ആളാണോ വി ഡി സതീശൻ? അല്ല, ഒരിക്കലും അല്ല. എന്തായാലും കാരശ്ശേരി മാഷ് ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്കയുടെ ഒരു വലിയ ഭാഗം ഇന്നത്തെ ബജറ്റ് ചർച്ചയുടെ മറുപടി പ്രസംഗത്തിലൂടെ പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് മാഷെ അതിനകത്ത് CPM-നോട് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം CPM ഇതിനകത്ത് പറഞ്ഞത് മുഴുവൻ അവരുടെ തന്നെ തീരുമാനങ്ങളിൽ നിന്ന് അവർക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങളുടെയൊക്കെ ബലത്തിലാവാം എന്നുള്ള. ഇപ്പം ഇന്നലെ എന്തായിരുന്നു ചർച്ച മുഴുവൻ? ബക്കാടി എന്ന് എഴുതിയ റെപ്രസെൻറ്റേഷനാണ്, ബക്കാടിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും ബക്കാടിയുടെ പേര് വെച്ച് മുഖ്യമന്ത്രിയെ അപമാനിക്കുന്ന വരെ അവസ്ഥയിലേക്ക് എത്തിയത് അല്ലേ? ഇന്നെന്താ ഇപ്പം തെളിഞ്ഞു വന്നത്? 2017 ബക്കാടിയുടെ അപേക്ഷയെ തുടർന്നാണ് MP ഗോവിന്ദൻ ഇത്തരത്തിൽ ഒരു പുതിയ കാറ്റഗറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങി തന്നെ. 2021 ഇന്നലെ കഴിഞ്ഞ ദിവസം നിന്നിട്ട് എത്ര കിട്ടി എന്ന് ചോദിച്ച മുൻ എക്സൈസ് മന്ത്രി ഉണ്ടല്ലോ, ആ മുൻ എക്സൈസ് മന്ത്രിയാണ് ഈ ബക്കാടിയുടെ അപേക്ഷയുടെ മേൽ ഇത്തരത്തിൽ പുതിയ ഒരു വിഭാഗത്തെ, അല്ലെങ്കിൽ ഈ പറയുന്ന ലോ ആൽക്കഹോൾ ഡ്രിങ്ക്സ് എന്നുള്ളൊരു പുതിയൊരു വിഭാഗം തന്നെ സൃഷ്ടിച്ചെടുത്തത്. പിന്നെ എന്തുകൊണ്ടോ ഇവർക്ക് അതിൻ്റെ ടാക്സ് നിശ്ചയിക്കാൻ പറ്റിയിട്ടില്ല. അത് പല കാരണങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. എന്തായാലും അതിന് ടാക്സ് നിശ്ചയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്രാവശ്യം വന്ന സർക്കാർ ചെയ്തത്. ആ ടാക്സ് എത്രയാണ് വെച്ചത്? 120% ടാക്സാണ്. അതിനകത്ത് 0 മുതൽ 10 വരെ ആൽക്കഹോൾ കണ്ടൻറ്റുള്ള മദ്യത്തിന് അല്ലെങ്കിൽ ലോ ആൽക്കഹോൾ ഇതിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചു കൊടുത്തത്. അഭിലാഷ്, നിലവിലെ ബിയറിൻ്റെ ടാക്സ് റേറ്റ് എത്രയാണ്? 116% ബിയറിൻ്റെ ടാക്സ് റേറ്റ്. അപ്പോൾ ഈ ലോ ആൽക്കഹോൾ എന്ന് വെച്ചാൽ ബിയർ എന്ന് പറഞ്ഞാൽ ചില ബിയറുകൾക്ക് 10% മേലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രക്കോഡ്, ഞാൻ ഇതിനകത്ത് ഇതൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ബ്രക്കോഡ് എന്ന് പറഞ്ഞൊരു ബിയർ ഞാനിപ്പോൾ പെട്ടെന്ന് നോക്കുകയായിരുന്നു, 15% ആൽക്കഹോൾ കണ്ടൻറ്റ്, 15%. അപ്പോൾ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ബജറ്റിൽ കൊണ്ടുവന്ന നിർദ്ദേശപ്രകാരം ആ ബ്രക്കോഡ് ബിയറിന് എത്ര ശതമാനം ടാക്സ് വരും? 175% ടാക്സ് വരും, ഇല്ലേ? 75 രൂപ ശതമാനം ടാക്സ് വരും. അപ്പോൾ 116% ഇപ്പോൾ ഉള്ള ടാക്സ് കൂടുന്നത് അല്ലേ സത്യം പറഞ്ഞാൽ ആശയപരമായി ചെയ്തത്? അല്ല, ബിയറിന്റെ കാര്യമുണ്ട്, ഞാൻ പറയട്ടെ. അതിനകത്ത് ബിയറും വൈനും ഒഴിച്ച് എന്നുള്ളത് നേരത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് ഈ 116 ടാക്സിൽ തന്നെ ബ്രക്കോഡ് നിൽക്കും. എന്നാലോചിച്ച് നോക്കൂ, ബിയറും വൈനും ഒഴിച്ച് ആണ് ഇത് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? ഈ മൂന്നാമതൊരു കാറ്റഗറി ഉണ്ടാക്കിയത് ബിയറും വൈനും ഒഴിച്ച് മറ്റൊരു കാറ്റഗറി സൃഷ്ടിച്ചപ്പോൾ ഈ 0 മുതൽ 10% വരെ ആൽക്കഹോളിന് 120% ഇപ്പം നിർണ്ണയിച്ച അല്ലെങ്കിൽ വന്നതാണെങ്കിൽ അവർക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബ്രാൻഡ് ബിയറിന് 175% ടാക്സിലേക്ക് പോകും. അപ്പോൾ അതിനുവേണ്ടി വളരെ കൗശലപൂർവ്വം ബിയറും വൈനും അതിനകത്തുനിന്ന് ഒഴിച്ചു നിർത്തി. എന്നിട്ട് ബക്കാടിയുടെ അപേക്ഷ മേൽ പുതിയ ഒരു ടാക്സ് സ്ട്രക്ചറിന് വേണ്ടി തീരുമാനിച്ചു. ആ ടാക്സ് നിർണ്ണയിച്ചു കൊടുത്തല്ലേ പറ്റുള്ളൂ. അല്ല, അതെങ്ങനെ ശരിയാവും രാജു? പിന്നെ 2023 മുതൽ ഈ ഫയലുണ്ട്. LDF സർക്കാർ ആ ഫയലിന് മേൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ടാക്സ് നിർണ്ണയിച്ചിട്ടില്ല. GST കമ്മീഷണർക്ക് 2 തവണ ഇതുമായി ബന്ധപ്പെട്ട് നോട്ട് കൊടുത്തു. GST കമ്മീഷണറുടെ ആദ്യത്തെ റിപ്പോർട്ട് 251% ടാക്സിൽ തന്നെ കൊടുക്കണം. കാരണം ഈ കുറഞ്ഞ വിലയ്ക്ക് മദ്യം അവൈലബിൾ ആയാൽ, പ്രത്യേകിച്ച് ലോ ആൽക്കഹോൾ കണ്ടന്റ് മദ്യം അവൈലബിൾ ആയാൽ അത് കൂടുതൽ യുവതലമുറ അതിലേക്ക് അഡിക്റ്റഡ് ആവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. 3 കൊല്ലം LDF ഈ ബക്കാടിയുടെ അപേക്ഷ അവർ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും നടത്തി കൊടുക്കാതിരുന്ന കാര്യം അധികാരത്തിലെത്തി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ പിറ്റേന്ന് മുതൽ ആ ഫയലിന് ജീവൻ വെച്ചു. ബജറ്റിൽ അത് ഇടം പിടിച്ചു. അത് അത്യാശ്ചര്യജനകമാണ്. ഇപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങുമെന്ന് പറയുന്നു. പക്ഷേ എങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കോൺഗ്രസ് ആണ്. അഭിലാഷ്, അതിനകത്തുള്ള വൈരുദ്ധ്യം അഭിലാഷ് മനസ്സിലാക്കുക. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ നോട്ട് വെച്ചിട്ടാണല്ലോ പറയുന്നത്. വരുമാന നഷ്ടമുണ്ടാകും.
അല്ലെങ്കിൽ പുതിയ ആൾക്കാർ ഇതിനകത്തേക്ക് വരും എന്നുള്ളത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതില്ല, വരുമാന നഷ്ടമാണ് പ്രധാന പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോൾ അങ്ങ് പറയുന്ന കൂടുതൽ ആൾക്കാർ ഇതിനകത്തേക്ക് വരുമെന്നുള്ള ഒരു കമ്മിറ്റിയുടെ ഫൈൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ അഭിലാഷ് 2022-23 ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയ മദ്യനയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? വീര്യം കൂടിയ മദ്യം ഉപയോഗിക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരികയാണ് അല്ലേ? അപ്പോൾ അഭിലാഷ് പറഞ്ഞ കൂടുതൽ ആൾക്കാർ ഇതിനകത്തേക്ക് വരും എന്നുള്ളത്, അല്ലെങ്കിൽ മദ്യാസക്തിയിലേക്ക് വരുമെന്ന് പറയുന്ന ന്യായം ഇവർ പ്രഖ്യാപിച്ച മദ്യനയത്തിന് ഘടകവിരുദ്ധമല്ലേ? വീര്യം കൂടിയ മദ്യം നിരുത്സാഹപ്പെടുത്തുന്നതിനാണ് വീര്യം കുറഞ്ഞ മദ്യത്തെ കൊണ്ടുവരുന്നത്. അതൊരു പരിധി വരെ ശരിയുമാണ്. കാരണം ഇപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ കുറേ നമ്മുടെ പെൺകുട്ടികൾ ഉൾപ്പെടെ നമ്മുടെ പുതിയ തലമുറ ബിയർ കഴിക്കുന്നവരാണെന്ന് കൂട്ടിക്കോ. അവർ ഒരു പക്ഷേ വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് വന്നാൽ അവരൊരു കൂട്ടായ്മയുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ആ വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് മാറും. മനസ്സിലായില്ലേ? ഇനി അത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വരുമ്പോൾ വീര്യം കൂടിയ മദ്യത്തിൻ്റെ അതേ വില അതേ നികുതിയിൽ നിർത്തിയാൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വീര്യം കുറഞ്ഞ മദ്യം പ്രൊമോട്ട് ചെയ്യുന്നത്? അല്ല, അങ്ങനെയാണ് എനിക്കൊരൊറ്റ ചോദ്യം. അത് LDFന്റെ കാലത്ത് അവരെന്തിന് തീരുമാനിച്ചു, എന്തിനാണ് അബ്കാരി ചട്ടം ഭേദഗതി ചെയ്തത്, അതൊക്കെ LDF പറയട്ടെ. പക്ഷേ ആ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്താൽ, അതായത് വീര്യം കുറഞ്ഞ മദ്യം നികുതി കുറച്ച് വിതരണം ചെയ്യാനുള്ള തീരുമാനമെടുത്താൽ അത് അഴിമതിയാണെന്ന് കാറ്റഗറിക്കലി പറഞ്ഞ നേതാവിന്റെ പേര് VD സതീശനാണ്. അതായത് അങ്ങനെ വീര്യം കുറഞ്ഞ മദ്യം നികുതി ഇളവോടുകൂടി നൽകുന്നത് അഴിമതിയാണെന്ന് പറഞ്ഞ നേതാവിന്റെ ആദ്യത്തെ ബജറ്റിൽ ഇത് ഇടം പിടിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആശ്ചര്യം. LDF എന്ത് പറഞ്ഞു എന്നുള്ളത് നിൽക്കട്ടെ, LDFനെ ജനം നിരാകരിച്ചില്ലേ? നോക്കൂ, ഈ എക്സൈസിൽ മദ്യ നയങ്ങളിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ ട്രാക്ക് റെക്കോർഡ് ക്ലീൻ അല്ലായിരുന്നു. നമുക്ക് എത്രയോ കാര്യങ്ങൾ കൊണ്ടറിയാം. ഞാൻ ചോദിക്കട്ടെ, മദ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ അല്ലെങ്കിൽ നയമെങ്കിൽ എന്തിനാണ് ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ച് നൽകിയത്? ആർക്ക് ഗുണമുണ്ടാക്കാനായിരുന്നു? എന്തിനാണ് 29 ബാറുകൾ ഉണ്ടായിരുന്നത്? അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എങ്ങനെയാണ് 29 ബാറുകളിലേക്ക് എത്തിയെന്നുള്ളത്. അഴിമതിയുടെ ആരോപണം ഉണ്ടായിക്കൊണ്ട്, അല്ലെങ്കിൽ 418 ബാറുകളെ സംബന്ധിച്ചുള്ള തർക്കമാണല്ലോ അവസാനം മുഴുവൻ ബാറുകളും അടയ്ക്കുന്നതിലേക്ക് എത്തിയത്. ആ ബാറുകൾക്ക് മുഴുവൻ ഇവർ ലൈസൻസ് പുതുക്കി നൽകിയെന്ന് മാത്രമല്ല 940 മേലെ ബാറുകളിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അപ്പം ഈ മദ്യം വ്യാപനത്തിൽ അല്ലെങ്കിൽ എക്സൈസ് പോളിസിയിൽ ഈ OSSന്റെ കഥ ഉൾപ്പെടെ നമുക്കറിയാലോ. മറുപടിയാണ് പറയുന്നത്. സിവിൽ സൊസൈറ്റിയോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ MN കാരശ്ശേരി മാഷ്, അദ്ദേഹം പൊതുസമൂഹത്തിന്റെ ഒരു പ്രതിനിധിയാണല്ലോ. ഞാൻ ചോദിച്ച ചോദ്യം, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ചെയ്ത് അവതരിപ്പിക്കുന്നത് അഴിമതിയാണ് എന്ന് പറഞ്ഞ VD സതീശന്റെ ആദ്യത്തെ ബജറ്റിൽ അത് എങ്ങനെ ഇടം പിടിച്ചു എന്നുള്ളതിന് CPM-നെ അഭിസംബോധന ചെയ്ത് നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നുള്ളതിനപ്പുറത്ത് സിവിൽ സൊസൈറ്റിക്ക് എന്താ മറുപടി കൊടുക്കാനുള്ളത്? അഭിലാഷേ, രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്നതും രാഷ്ട്രീയ നിലപാടെടുക്കുന്നതും അതാത് സാഹചര്യങ്ങളിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് പറഞ്ഞു. PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് സർക്കാർ ഒരു കാരണവശാലും എൻറ്റർ ചെയ്യാൻ പാടില്ലാത്തുള്ള നിലപാടെടുക്കുന്നു ഇല്ലേ? ആ നിലപാട് ശരിയുമാണ്. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ? സർക്കാർ ഒപ്പിട്ട PM ശ്രീ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു മാർഗവുമില്ലാതെ PM ശ്രീ എന്നുള്ളത് യാഥാർത്ഥ്യമായി മാറി നിൽക്കുന്നിടത്താണ്. അവിടെ 2022 പറഞ്ഞ നിലപാട് ഇന്ന് പറയാൻ പറ്റുമോ? അല്ല, എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? PM ശ്രീ എങ്ങനെയാണ് യാഥാർത്ഥ്യമാവുന്നത്? PM ശ്രീയുടെ ലിസ്റ്റ് സർക്കാർ PM ശ്രീ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്ത് കേന്ദ്ര സർക്കാരിനോട് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് ഞങ്ങൾ കടന്നതായി അറിയിക്കണം. ഇല്ലെങ്കിൽ 2027 അവസാനിക്കുന്ന പദ്ധതി 2027 അവസാനിക്കും. ഒപ്പുവെച്ച MOU ആ പദ്ധതി അവസാനിക്കുന്നതോടുകൂടി ഇല്ലാതായി മാറും. ഒന്നും സംഭവിക്കില്ല. അല്ലാതെ കേരളത്തിലെ സ്കൂളുകൾ പിടിച്ചെടുത്ത് കേന്ദ്രം PM ശ്രീ പദ്ധതി നടപ്പാക്കോ? ഇല്ലല്ലോ. ഒന്നും സംഭവിക്കാനില്ലാത്തൊരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് പിന്നോട്ട് പോകാൻ പറ്റില്ല. ആ ക്ലോസിൽ അങ്ങനെ പറയുന്നുണ്ടെന്ന് വാശി പിടിക്കുകയാണ് UDF സർക്കാർ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്ത് നിങ്ങളുടെ തന്നെ അണികളെയും നിങ്ങളെ പിന്തുണച്ച വലിയ ജനസമൂഹത്തെ അഭിസംബോധന ചെയ്തല്ലേ സംസാരിക്കേണ്ടത്? അവർക്ക് ദഹിക്കുന്ന വാദങ്ങളാണോ ഇത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ MOU അഭിലാഷ് വായിച്ചതാണ്. SSK ഫണ്ട് ഇപ്പോൾ എങ്ങനെയാ ലഭിക്കുക? അഭിലാഷ് ഒന്ന് പറയൂ. അല്ല, ഇതിന്റെ SSK ഫണ്ട് കഴിഞ്ഞ 2, 3, 4 വർഷമായിട്ട് കിട്ടിയിട്ടില്ലല്ലോ. എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല? PM ശ്രീ പദ്ധതി ഒപ്പിടാത്തത്. നോക്കൂ, ഈ കഴിഞ്ഞ വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കേന്ദ്ര സർക്കാരുമായിട്ട് ഉണ്ടാക്കി MOU-ൽ അതിനകത്ത് SSK അതിനകത്ത് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അഭിലാഷ് വായിച്ചോ? SSK ഉൾപ്പെടെ PM പോഷൻ ഉൾപ്പെടെയുള്ള ഉല്ലാസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് MOU-ൽ.
നിങ്ങളൊരു MOU SSKയുടെ പദ്ധതിയെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അല്ല അതാ MOU മാത്രം പ്രശ്നമല്ല, എല്ലാ സ്റ്റേറ്റുകൾക്കും. അല്ല ശ്രീ രാജു പിന്നാരിലെ ആളുകൾ തെറ്റിദ്ധരിക്കും, ഇത് കേരളവുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമാണെന്ന് തെറ്റിദ്ധരിക്കും. തമിഴ്നാട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ. തമിഴ്നാട് കോടതിയിൽ പോയി അന്ന് LDF സർക്കാർ ഈ വിഷയം ഇപ്പൊ താങ്കൾ ഉന്നയിക്കുന്ന PM പോഷണിന്റെയും സർവശിക്ഷ അഭിയാന്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ എന്തായിരുന്നു UDF ഭാഗത്തു നിന്നുള്ള മറുപടി? ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ആ ബൈറ്റുകളൊക്കെ കേൾപ്പിച്ചതാണ്. അതിനുവേണ്ടി കീഴടങ്ങി കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. തമിഴ്നാടിന്റെ മാതൃക സ്വീകരിക്കണം, കോടതിയിൽ പോയി പോരാടണം. നമുക്ക് അറിയിച്ച ഫണ്ടാണ്, അത് കിട്ടണം. അതിന് പക്ഷേ ഈ മാർഗമല്ല, മറിച്ച് നിയമ പോരാട്ടമാണ് വേണ്ടതെന്നായിരുന്നു നിങ്ങളുടെ നിലപാട്. അഭിലാഷേ, നമ്മൾ ചില യാഥാർത്ഥ്യബോധത്തോട് നമ്മൾ സംസാരിക്കണം. കാരണം ജനങ്ങൾ വസ്തുതകൾ അറിയേണ്ടത് നമ്മുടെ ചർച്ചകളിലൂടെ ആയിരിക്കും. നിങ്ങളൊന്ന് മനസ്സിലാക്കൂ, തമിഴ്നാട് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ല. നിങ്ങൾ ഒപ്പിട്ട MOU ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്ക്രീനിലൊന്ന് കാണിക്കൂ. ഒപ്പിട്ട MOUവിൽ PM ശ്രീ പദ്ധതിയിൽ ഈ പറയുന്ന SSKയും PM പോഷണും ഉല്ലാസ് ഉൾപ്പെടെയുള്ള നിരവധി സ്കീമുകൾ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയിട്ട് ഞങ്ങൾക്ക് അർഹതപ്പെട്ട SSK ഫണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഈ ഒപ്പിട്ട MOU ഈ ഫണ്ട് ഒപ്പിടാത്ത തമിഴ്നാടിനെ സംബന്ധിച്ച് അവരുടെ സർവശിക്ഷ ഫണ്ട് കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒപ്പിടാത്ത തമിഴ്നാടിന് കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് ഒപ്പിടാത്ത തമിഴ്നാടിന് കിട്ടുന്നുണ്ടോ? ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സംസ്ഥാനത്തിനും PM ശ്രീ ഒപ്പിടാതെ സർവശിക്ഷ അഭിയാന്റെ ഫണ്ട് കൊടുക്കുന്നില്ല കേന്ദ്ര സർക്കാർ. തമിഴ്നാടിന് കിട്ടിയിട്ടുണ്ട്. ഇല്ല, ഞാൻ പറയുന്നു തമിഴ്നാടിന് അവർ നിയമ പോരാട്ടം നടത്തി, അവർ കോടതിയിൽ പോയി. ഒരു മിനിറ്റ് അത് ക്ലിയർ ആയിക്കോളൂ. തമിഴ്നാടിന് ലോക്സഭയിൽ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർക്ക്, അടൂർ പ്രകാശ് ഉൾപ്പെടെ കോടതി ഉത്തരവുണ്ടായതിൽ കേൾക്കൂ, അത് ആയിക്കോട്ടെ, കോടതി ഉത്തരവ് എന്തുമായിക്കോട്ടെ, അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി PM ശ്രീ ഒപ്പിടാൻ വേണ്ടി പറഞ്ഞത്? SSK ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ്. SSK ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി നടപ്പാക്കാൻ ഒപ്പിട്ട് തള്ളിക്കളഞ്ഞതാണ്. ഒരു പ്രതിനിധിയുടെ വാദമായിരുന്നു, ഒപ്പിട്ട് ഞങ്ങൾ തള്ളിക്കളഞ്ഞു ഇല്ലേ? SSK ഫണ്ട് അതിനകത്ത് കൺവേർട്ട് ചെയ്തിരിക്കുന്ന ക്ലോസ് ഒന്ന് അഭിലാഷ് വായിച്ചു കൊടുക്ക്. നാളെ കോടതിയിൽ ഈ ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു വർഷം അന്ന് നിങ്ങൾ എടുത്ത വാദം ഇതല്ല, ഫണ്ട് നമ്മുടെ അവകാശമാണ്, പക്ഷെ അതിനുവേണ്ടി കോടതിയെ തമിഴ്നാട് മോഡൽ VD സതീശൻ പറഞ്ഞതാണ്, ഓൺ റെക്കോർഡാണ്. അഭിലാഷേ, അത് തന്നെയാണ് ഇപ്പോഴും നിലപാട്. കേൾക്കൂ, അത് തന്നെയാണ് ഇപ്പോഴും നിലപാട്. പക്ഷെ PM ശ്രീയിൽ ഒപ്പിട്ട MOUവിൽ ഈ പറയുന്ന SSKയും PM പോഷണും ഉൾപ്പെടെയുള്ള സ്കീമുകൾ ഇതിനകത്ത് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കഴിഞ്ഞ സർക്കാർ PM ശ്രീ പദ്ധതിയിലേക്ക് ഈ പറയുന്ന ഈ SSK ഉൾപ്പെടെ കൺവേർട്ട് ചെയ്തതിന് ശേഷം കോടതി ചെന്നിട്ട് ഞങ്ങൾക്ക് ഇത് നടപ്പാക്കാൻ പറ്റില്ല, പിന്നെ നിങ്ങൾ എന്തിനാ MOU ഒപ്പിട്ടേന്ന് ചോദിക്കില്ലേ? നിങ്ങൾ ഒപ്പിടാതെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കേസുണ്ട്. നിങ്ങൾ ഒപ്പിടാതെയാണ് കോടതിയിൽ പോകുന്നത്, നിങ്ങൾ പറയുന്ന കേസുണ്ട്. നിങ്ങൾ ഒപ്പിട്ടതിന് ശേഷം കോടതിയിൽ പോയി കഴിഞ്ഞാൽ കേസ് ഇല്ലാതാവുന്നുണ്ടോ? പിന്നെ തീർച്ചയല്ലേ, ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗേ ഒപ്പിട്ടിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമവും കേരളം കൈക്കൊണ്ടിട്ടില്ല. അത് PM ശ്രീ ഡാഷ്ബോർഡ് ഉണ്ടല്ലോ, ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കഴിഞ്ഞ 8 മാസമായി ഈ ഒപ്പിട്ടതിന് ശേഷം കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഇങ്ങോട്ട് ഒരു നടപടിയും PM ശ്രീ നടപ്പാക്കാൻ കഴിഞ്ഞ സർക്കാർ എടുത്തിട്ടില്ല. നിങ്ങൾ അധികാരത്തിൽ വരുന്നു, നിങ്ങൾ PM ശ്രീയെ രാഷ്ട്രീയമായി എതിർത്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ സർക്കാരിന്റെ അതേ നില തുടരുക. ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി തൊട്ടടുത്ത വർഷം അവസാനിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും അപ്പോൾ ആ ധാരണാപത്രവും അവസാനിക്കും. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എന്തിനാണ് കഴിഞ്ഞ നിലപാടിൽ നിന്ന് മലക്കം അറിയുന്നത്? അഭിലാഷിനോട് ഞാൻ വാദത്തിനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോ CAG റിപ്പോർട്ടുകളൊക്കെ ചർച്ച ചെയ്യുന്ന സമയമല്ലേ ഇല്ലേ? അടുത്ത സാമ്പത്തിക വർഷം CAG റിപ്പോർട്ടിൽ പറയുകയാണ് PM ശ്രീ പദ്ധതി ഒപ്പിട്ടത് കൊണ്ട് സ്കൂളുകളിൽ നിന്ന് കിട്ടേണ്ട PM ശ്രീയുടെ ബാധ്യമായിട്ട് ഇത്ര 100 കണക്കിന് കോടി കിട്ടിയോ? അഭിലാഷ് യുക്തിബോധമായിട്ട് ചോദ്യം, PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം അത് നടപ്പാക്കാത്തത് കൊണ്ട് ഫണ്ട് കിട്ടിയില്ല എന്നുള്ളതാണ് വാദമെങ്കിൽ ഈ ധാരണാപത്രം ഒപ്പിടുന്നത് എപ്പോഴാണ്? 2025 ഒക്ടോബർ മാസം 16-ാം തീയതിയല്ലേ? അതിനു മുമ്പ് 2024 ഉണ്ട്, 2023 ഉണ്ട്, 2022 ഉണ്ട്. 3 അധ്യയന വർഷങ്ങൾ അതിന് മുമ്പ് ഉണ്ടല്ലോ. ആ വർഷങ്ങളിലെ സർവശിക്ഷ അഭിയാന്റെ ഫണ്ട് കിട്ടിയിട്ടുണ്ടോ? PM പോഷന്റെ ഫണ്ട് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല, തന്നിട്ടില്ല. അതിന്റെ എല്ലാം കൂടി കുടിശ്ശികയാണ് 1000 കോടിക്ക് മുകളിൽ നിൽക്കുന്നത്. അപ്പൊ പിന്നെ ഇത് ഒപ്പിട്ടത് കൊണ്ടാണ് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അഭിലാഷേ, നമ്മുടെ ചോദ്യം യുക്തിസഹമായിരിക്കണം. എന്താണ് പിണറായി വിജയൻ ഇന്ന് അവസാനം നിയമസഭയിലും പറഞ്ഞത്? പൈസ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ ഒപ്പിട്ടു ഇല്ലേ? നിങ്ങൾ തന്നെ പറയുന്നു തമിഴ്നാട് പൈസ മേടിച്ചു. എങ്ങനെയാ? കോടതിയിൽ പോയി പൈസ മേടിച്ചു ഒപ്പിടാതെ ഇല്ലേ? ഒപ്പിടാതെ കോടതിയിൽ പോയി പൈസ കേൾക്കൂ, കോടതിയിൽ ഒപ്പിടാതെ പോയിട്ട് പൈസ മേടിച്ചു. അതിന് പകരം പിണറായി വിജയൻ എന്താ തീരുമാനിച്ചത്?
ഞങ്ങൾ ഒപ്പിട്ടിട്ട് പൈസ മേടിക്കുമെന്ന് തീരുമാനിച്ചു. നിങ്ങൾ ഒപ്പിട്ട് പൈസ മേടിച്ചു ഇല്ലേ? കീഴടങ്ങലല്ലേ? PM ശ്രീയുടെ ഫണ്ടല്ല, സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് 27 ലക്ഷം രൂപ. അഭിലാഷേ, നിങ്ങൾ ഇത് കേൾക്കൂ. ഒപ്പിട്ടതിന് ശേഷം ഈ പൈസ മേടിച്ചു, എന്നിട്ട് ലീഗലി ഒപ്പിട്ട ഒരു പേപ്പറിന് ശേഷം പറയുകയാണ് ഞങ്ങൾ ഒപ്പിട്ടത് വെറുതെയാണ്, നടപ്പാക്കാൻ ഒപ്പിട്ടതല്ല. അങ്ങനെ ഒരു ഒപ്പിടലുണ്ടോ? അങ്ങനെ ഒരു ഒപ്പിടൽ ഇടാൻ പറ്റുമോ? ഒരു സർക്കാരും മറ്റൊരു സർക്കാരും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ വെറുതെ പറ്റിക്കാൻ വേണ്ടി ഒപ്പിട്ടാണ് ഇതല്ലേ പറഞ്ഞത്? ഞങ്ങൾ ഒപ്പിട്ട് പറ്റിച്ചിട്ട് പൈസ മേടിച്ചാണെന്നല്ലേ പറഞ്ഞത്? ചുരുക്കം പറഞ്ഞാൽ ഇത്രമാത്രം സർക്കാരിന്റെ നടപടിയെ ന്യായീകരിക്കാൻ പിണറായി വിജയൻ അല്ലാണ്ട് ആർക്കും പറ്റുമോ? PM ശ്രീ പദ്ധതി എന്താണ്? സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനുള്ള പദ്ധതിയാണ്. സ്കൂളുകളെ അതിന്റെ ക്ലാസ് റൂമുകൾ നന്നാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് PM ശ്രീ പദ്ധതി. ആ PM ശ്രീ പദ്ധതിക്കായി ₹1 പോലും കേരള സർക്കാർ വാങ്ങിയിട്ടില്ല. സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് കേരളത്തിന് യഥാർത്ഥത്തിൽ കിട്ടേണ്ട കേരളം അർഹിക്കുന്ന ഫണ്ടാണ്. ആ കിട്ടാനുള്ള കുടിശ്ശികയിൽ നിന്ന് ഒരു ചെറിയ തുക 99 കോടി 27 ലക്ഷം രൂപയാണ് ആകെ കിട്ടിയിട്ടുള്ളത് ഈ PM ശ്രീ ഒപ്പിട്ടെന്ന് പറഞ്ഞാൽ. അല്ലാതെ PM ശ്രീയുടെ ഫണ്ട് കേരളത്തിന് കിട്ടിയിട്ടില്ലല്ലോ. PM ശ്രീക്ക് വേണ്ടി കേരളം ഒരു സ്കൂളും കേന്ദ്രത്തിന് കൊടുത്തിട്ടില്ല, PM ശ്രീ പദ്ധതി തുടങ്ങിയിട്ടില്ല എന്നൊക്കെ ഇരിക്കെ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങളെ പിന്തുണച്ച വലിയ ജനസമൂഹത്തിന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളെങ്കിലും അവരോട് പറയാൻ കഴിയുമോ? 6 മാസമല്ലേ ആയിട്ടുള്ളൂ. നിങ്ങൾ വളരെ ശക്തമായ വാദങ്ങൾ ഇതിനെതിരെ നിരത്തിയിട്ട് സമയമെങ്കിലും കൊടുക്കണ്ടേ ജനങ്ങൾക്ക്? ഒരു സെക്കൻഡ് അഭിലാഷ, ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. അഭിലാഷ് പറയുന്നതിന്റെ പൊള്ളത്തരം അല്ലെങ്കിൽ അഭിലാഷിന്റെ ഭാഗത്തിന്റെ പൊള്ളത്തരം അഭിലാഷ് സ്വയം മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്താണ് പ്രശ്നം? PM ശ്രീയുടെ പൈസ കിട്ടിയിട്ടില്ലല്ലോ. PM ശ്രീയുടെ പൈസ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്കൂളുകൾ കൊടുക്കണം, വേണ്ടേ? ഞാൻ ഒരു സാങ്കല്പിക ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. CPI എതിർപ്പ് ഉന്നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ PM ശ്രീയുടെ പദ്ധതിയിൽ സ്കൂളുകൾ ഇവർ കൊടുക്കില്ലായിരുന്നോ? നിങ്ങൾ പറയും അഭിലാഷ് കൊടുക്കുമായിരുന്നില്ലേ? പിന്നെന്താ കൊടുക്കുമായിരുന്നില്ലേ? അപ്പൊ നടപ്പാക്കാൻ ഉദ്ദേശിച്ച ഒപ്പിട്ട പദ്ധതിയാണെന്ന് നമുക്ക് സംശയമില്ലല്ലോ. അതിലൊക്കെ എന്താ കേൾക്കൂ, അല്ല അഭിലാഷെ കേൾക്കൂ. PM ശ്രീ ഒപ്പിടാത്തത് കൊണ്ട് അല്ലെങ്കിൽ PM ശ്രീയുടെ സ്കൂളുകൾ കൊടുക്കാത്തത് കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള PM ശ്രീയുടെ പൈസ കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങൾ ഒപ്പിട്ട അതിനകത്ത് ഈ പറയുന്ന സർവശിക്ഷാ അഭിയാൻ ഉൾപ്പെടെയുള്ള നിരവധി സ്കീമുകൾ കൺവേർജ് ചെയ്തു. നിരവധി സ്കീമുകൾ ഇതിനകത്ത് കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ, ആ രേഖയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSK ഫണ്ട് തടഞ്ഞു വെക്കാനുള്ള ലീഗൽ സാധനമല്ല കയ്യിൽ കൊടുത്തത്. പൊന്നു സാറേ, അതിനു മുമ്പും SSK ഫണ്ട് ഇതുമായി ബന്ധപ്പെടുത്തി തന്നെയാണല്ലോ കേന്ദ്രം അവാർഡ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ തന്നിട്ടില്ലല്ലോ. കേരളത്തിന് മാത്രമല്ല, സംസ്ഥാനത്തിനും കൊടുത്തിട്ടില്ല. ഒന്നുകൂടി വ്യക്തമാക്കാൻ പറയാം. 3000-ലധികം കോടി രൂപ തമിഴ്നാട്ടിൽ കിട്ടാനുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് കിട്ടിയിട്ടില്ല എന്ന കാര്യം തമിഴ്നാട്ടിലെ വിജയ് സർക്കാർ കേന്ദ്ര സർക്കാരിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ശരി അഭിലാഷൻ, ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാൻ ഞാൻ പറയാം. PM ശ്രീ പദ്ധതി തുടങ്ങിയതിനു ശേഷമുള്ള സർവശിക്ഷാ അഭിയാൻ ഫണ്ട് ഈ PM ശ്രീ പദ്ധതിയിൽ BJP ഇതര ഗവൺമെന്റുകളെ കൊണ്ടുവരാൻ അവർ തടഞ്ഞു വെച്ചിട്ടുണ്ട്. സത്യമാണ്. തമിഴ്നാട് ഇപ്പോഴും ഒപ്പിട്ടില്ല. അങ്ങനെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്ത ഒരു സംസ്ഥാന സർക്കാരിന് തടഞ്ഞു വെക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് തമിഴ്നാട് സർക്കാർ കോടതിയിൽ പോയിട്ടുണ്ട്, പണം മേടിച്ചിട്ടുണ്ട്. മുഴുവൻ കിട്ടിയിട്ടില്ല. ഞാൻ തമിഴ്നാട് സർക്കാർ മുഴുവനല്ല 450 കോടി അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. 3458 കോടി രൂപ ഒപ്പിടാത്തോണ്ട് അതൊക്കെ ഞാൻ എഗ്രി. നമുക്ക് കിട്ടിയാണ് നമുക്ക് 1000 ചില്ലറ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഇവര് ഒപ്പിടാത്തത് കൊണ്ട് കോടതിയിൽ പോയിട്ട് ഇവര് മേടിച്ചു. പിണറായി വിജയൻ സർക്കാർ വാങ്ങിയത് നോക്കൂ. പിണറായി വിജയൻ സർക്കാർ എന്ത് ചെയ്തു? ഞങ്ങൾ കോടതിയിൽ പോകുന്നില്ല, പകരം ഞങ്ങൾക്ക് BJP ഒന്ന് പറ്റിച്ചേക്കാം, BJP ഒന്ന് പറ്റിച്ചിട്ട് ആ പൈസ മേടിച്ചേക്കാന്ന് പറഞ്ഞപ്പോൾ ഒപ്പിട്ട് പറ്റിച്ചു. ഇതല്ലേ ഇവർ പറയുന്നതിന്റെ യുക്തി? ഞങ്ങൾ ഒപ്പിട്ട് പറ്റിച്ചു. ഏതാ ഒപ്പ? ഒരു കാരണവശാൽ സംസ്ഥാന സർക്കാരിന് പിന്മാറാനുള്ള ഒരു ക്ലോസും ഇല്ലാത്ത. അഭിലാഷ്, ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആ MOU-നകത്തോ അല്ലെങ്കിൽ ഫ്രെയിം വർക്കിനോ സംസ്ഥാന സർക്കാരിന് ആ ഒപ്പിട്ട എഗ്രിമെന്റിൽ നിന്ന് പിന്മാറാനുള്ള ക്ലോസ് കാണിച്ചാൽ ഞാൻ പറഞ്ഞില്ലല്ലോ. അത് തന്നെയാണ് പ്രശ്നം. ആ പദ്ധതിയുടെ കാലാവധി കഴിയുമ്പോൾ സ്വാഭാവിക ചരമമടയും എന്നുള്ളതാണ് എന്റെ പോയിന്റ്. അല്ലാതെ പിന്മാറാനുള്ള ക്ലോസ് അതിനകത്ത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റാറ്റസ് കോ തുടരുന്നില്ല? എന്താണ് സ്റ്റാറ്റസ് കോ? ഞാൻ ചോദിക്കാം, എന്താണ് സ്റ്റാറ്റസ് കോ? പദ്ധതിയുമായി സഹകരിക്കുന്നില്ല എന്ന കേൾക്കൂ. 1400, എനിക്ക് കൃത്യമായിട്ട് ഫിഗർ ഓർമ്മയില്ല, 1400 കോടി രൂപയോളം അടുത്ത് നമുക്ക് SSK ഇനത്തിൽ നമുക്ക് കിട്ടേണ്ട ഫണ്ട് ഈ ഒപ്പിടലിലൂടെ കൺവേർജ് ചെയ്ത് നിയമപരമായിട്ട് ഈ കേന്ദ്ര സർക്കാരിന് തടഞ്ഞു വെക്കാനുള്ള അവകാശം കൊടുത്തതിന് ശേഷം
ആ 1400 കോടി രൂപ ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്നതാണ്. വേണ്ട. പക്ഷേ ഈ ഫണ്ടിനെ കുറിച്ച് ഇതേ വാദം LDF ഉയർത്തിയ സമയത്ത് UDF നേതാക്കൾ പറഞ്ഞ വാചകങ്ങളുണ്ട്. അന്ന് VD സതീശൻ പറഞ്ഞത് അങ്ങനെ പണം കിട്ടിയാൽ സറണ്ടർ ചെയ്യണോ എന്നുള്ളതായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അങ്ങനെയുള്ള ഫണ്ട് നമുക്ക് വേണ്ട, അതിന് കൂട്ടുനിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അന്ന് പറഞ്ഞ ഓരോ വാചകങ്ങളും. ഞാൻ അതൊന്നും കേൾപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒന്നും കൂടി ജനങ്ങളുടെ ഓർമ്മയിലുള്ള കാര്യമാണ്. അഭിലാഷേ എഗ്രീഡ്. പക്ഷെ നിങ്ങൾ ഒപ്പിട്ട പത്രം എന്ത് ചെയ്യും? ഒപ്പിട്ട പത്രം അസാധുവാകും സ്വാഭാവികമായി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. അടുത്ത CAG റിപ്പോർട്ടിൽ പറയുകയാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് ശേഷവും സ്കൂളുകൾ കൊടുക്കാത്തതുകൊണ്ട് ഇത്ര കോടി രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടം വന്നു. ആ CAG റിപ്പോർട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ആ കാര്യത്തിൽ സർക്കാർ വിശദീകരണം കൊടുക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാലോ അത് എന്ത് വിശദീകരണം. യുക്തിസഹമല്ലാത്ത ആർഗ്യുമെന്റ് പറയരുത്. CAG-ക്കകത്ത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അതിനെതിരായതുകൊണ്ട് ഞങ്ങൾ പണം മേടിച്ചില്ലെന്ന് ഒപ്പിട്ട് CAG റിപ്പോർട്ട് വരും എന്ന് വിചാരിച്ചത് സർക്കാർ. ഒരു സർക്കാരിന് CAG റിപ്പോർട്ട് അവഗണിക്കാൻ പറ്റുമോ? ഒരു സർക്കാരിന് CAG റിപ്പോർട്ടിനെ അവഗണിക്കാൻ പറ്റുമോ? PM ശ്രീയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം രാഷ്ട്രീയമായി നിങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ അഭിലാഷേ, ഞാൻ പറയുന്ന നിയമപരവും അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങൾ അഭിലാഷ് അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത CAG റിപ്പോർട്ടിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ ഒരു സർക്കാർ ഒപ്പിട്ടതിനു ശേഷവും സ്കൂളുകൾ അസൈൻ ചെയ്യാത്തത് കൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപ സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞൊരു പരാമർശം വന്നാൽ PM ശ്രീയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം നിങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. കാരണം ഇവർ കത്തിക്കാൻ കൊടുത്ത എണ്ണ ഒഴിച്ചില്ലേ ഈ നാടിനെ BJP-യുടെയും RSS-ന്റെയും ആലയിൽ കെട്ടാൻ ഇവർ വിളക്ക് തെളിച്ചതിന്റെ കഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. എനിക്കിപ്പോ ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ ശ്രീ മുസ്തഫയുടെ മറുപടി കേൾക്കാം. ഇപ്പോൾ ഇടവേള അനിവാര്യം. ചർച്ച തുടരുന്നു. രണ്ട് വിഷയങ്ങളിൽ ചോദ്യങ്ങളുണ്ട് ശ്രീ VP മുസ്തഫ. ഒന്ന്, നമ്മൾ തുടങ്ങിയത് നമ്മുടെ ഇന്നത്തെ വിഷയം മദ്യമാണ്. PM ശ്രീയും ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും രാവിലെ ഇടതുപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ ചർച്ചയിലും വന്നുകൊണ്ട് PM ശ്രീയും ഇന്ന് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പോൾ രണ്ട് കാര്യത്തിലും നിങ്ങളുടെ ഉത്തരം വേണം. അതിൽ തന്നെ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ താങ്കൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആദ്യത്തെ എക്സൈസ് മന്ത്രിയുടെ ഓഫീസിൽ വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ച ആളാണല്ലോ. അപ്പോൾ ബക്കാഡിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ബക്കാഡി ആദ്യം വരുന്നത് LDF സർക്കാരിന് മുമ്പിലാണ്. ഇന്നിപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ നോട്ട് മുഖ്യമന്ത്രി സഭയിൽ വായിക്കുകയുണ്ടായി. അപ്പോൾ ബക്കാഡി വന്നത് നിങ്ങളുടെ കാലത്താണ് എന്ന് മാത്രമല്ല, ഈ നയം ഭേദഗതി ചെയ്തത്, അബ്കാരി നിയമം അതിൻ്റെ ചട്ടം ഭേദഗതി ചെയ്തത് നിങ്ങളുടെ കാലത്താണ്. അത് വളരെ കൃത്യമായി ആ ചട്ട ഭേദഗതി വ്യക്തമായി പറയുന്നുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ ടാക്സ് ഫിക്സ് ചെയ്തില്ല. ധനവകുപ്പിൻ്റെ ഒബ്ജക്ഷൻ ഉള്ളതുകൊണ്ട് ടാക്സ് കുറച്ചു കൊടുത്തില്ല എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പായില്ല. വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത് വിപണനം ചെയ്യാനുള്ള തീരുമാനം നടപ്പായില്ല എന്നുള്ളത് സത്യവുമാണ്. ഈ പ്രക്രിയ തുടങ്ങിയത് നിങ്ങളുടെ കാലത്താണ് എന്നുള്ളത് അംഗീകരിക്കണമല്ലോ. അഭിലാഷേ, ഇവിടെ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയത് എന്തുമാത്രം മുടന്തുന്ന ന്യായമാണ് എന്നത് നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്. അതുപോലും പറയാൻ ശ്രീ രാജുവിനാവുന്നില്ല. അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ VD സതീശനും രാജുവുമെല്ലാം അവകാശപ്പെടുന്ന ഒരു സ്വയം അവകാശവാദമുണ്ട്. എന്താ? ഞങ്ങൾ പഠിച്ചിട്ടേ കാര്യങ്ങൾ പറയാറുള്ളൂ. നിങ്ങൾ പഠിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ PM ശ്രീ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കില്ല എന്നെങ്ങനെയാണ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ ഒപ്പിട്ടതിന് ശേഷമാണല്ലോ. ശരി, ഞങ്ങളത് ചെയ്തു. നിങ്ങളതെന്തോ BJP ഡീലായിട്ട് കാണുന്നു. ഞങ്ങൾ ഒപ്പിട്ടത് അങ്ങനെ BJP ഡീലിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങളത് നടപ്പിലാക്കില്ല എന്ന് നിങ്ങൾ അന്ന് പറഞ്ഞു. നിങ്ങൾ അന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലേ? VD സതീശൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഇപ്പോഴത്തെ മന്ത്രി KM ഷാജി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുമ്പോൾ പ്രസംഗിച്ചതാ, നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയാൽ ഈ മണ്ഡലത്തിന്റെ കാര്യം 25% എനിക്ക് നോക്കാനുള്ളൂ, ബാക്കി 75% നിയമനിർമ്മാണ സഭകളിലെ കാര്യമാണ്. അതിലൊന്നായിരിക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ ഒപ്പിട്ട RSS ഡീലിന്റെ ഭാഗമായ ഈ PM ശ്രീ കരാർ അറബിക്കടലിൽ ഒഴുകും. അന്ന് പഠിച്ചിട്ടില്ലേ? പഠിക്കാതെ കാര്യങ്ങൾ വായിക്ക് തോന്നുന്നത് കോതക്ക് പോലെ പറയുന്നവരായിരുന്നോ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ നിങ്ങൾ? ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് കള്ളത്തരവും പഠിക്കാതെ പറയുന്നവരായിരുന്നോ നിങ്ങൾ? നിങ്ങൾ നോക്ക്, ഈ PM ശ്രീ പദ്ധതി ഞങ്ങൾ ഒപ്പിട്ടത് അങ്ങനെ കേന്ദ്ര സർക്കാരിന് കീഴടങ്ങലാണെങ്കിൽ രാജസ്ഥാനിൽ
2022 ഒക്ടോബറിൽ നിങ്ങൾ ഒപ്പിട്ടു ആ കരാർ. PMC കരാറിൽ നിങ്ങൾ ഒപ്പിട്ടു. അന്ന് അവിടെ നിങ്ങളുടെ മുഖ്യമന്ത്രിയാ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാ, അശോക് ഗെഹ്ലോട്ടാ മുഖ്യമന്ത്രി. അദ്ദേഹം ഇപ്പോഴും നിങ്ങളുടെ AICCയുടെ വലിയ നേതാവാ. ഏത് ഡീലിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എന്തിനാണ് മോഡിക്ക് കീഴടങ്ങിയത്? 2023 ജനുവരിയിൽ ഭൂപേഷ് ബാഗൽ ഛത്തീസ്ഗഡിൽ ഈ കരാർ ഒപ്പിട്ടു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാ. ഏത് UDF മോഡിക്ക് കീഴടങ്ങാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് ഒപ്പിട്ടത്? 2023 മാർച്ചിൽ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ഇതിൽ ഒപ്പിട്ടു. ആരുമായിട്ടുള്ള ഡീലിന്റെ ഭാഗമായിട്ടാണ്? 2023 ഡിസംബറിൽ വലിയ ആധികാരികമായ വിജയം നേടി തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി കോൺഗ്രസിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. വന്ന മാസം PMCയിൽ ഒപ്പിട്ടു. നിങ്ങൾ എന്ത് ഡീലാണ് നരേന്ദ്രമോദിയായിട്ട് ഉണ്ടാക്കിയത്? 4 സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഗവൺമെന്റ് രാജു ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. 2022 23 ഞങ്ങളുടെ ഗവൺമെന്റ് 2025 ഒക്ടോബറിലെ ഒപ്പിട്ടിട്ടുള്ളൂ. 3-4 വർഷം ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. ഇവിടെ നേരത്തെ അഭിലാഷ് വർഷങ്ങൾ പറഞ്ഞല്ലോ. 2022 ഞങ്ങൾ ഫൈറ്റ് നടത്തുമ്പോൾ, 2023 ഞങ്ങൾ കേന്ദ്ര സർക്കാരുമായിട്ട് ഫൈറ്റ് നടത്തുമ്പോൾ, നിങ്ങളുടെ ഗവൺമെന്റുകൾ ഈ ഇന്ത്യയിൽ അവശേഷിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റുകൾ 4ഉം ഒരു മറയുമില്ലാതെ PMCയിൽ ഒപ്പിടുകയായിരുന്നു. ഞങ്ങൾ വലിയ പോരാട്ടം തന്നെ നടത്തി, വലിയ സമ്മർദ്ദം നടത്തി. മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി സമരം നടത്തിയില്ലേ? നിങ്ങൾ അതിനോട് സഹകരിക്കാൻ തയ്യാറായോ? കേന്ദ്രത്തിൽ നിന്നെല്ലാം വാങ്ങിക്കണമെന്ന് നിങ്ങൾ പറയുകയല്ലേ? ഇപ്പോൾ നിങ്ങൾ ആ സമരം പോലും ബഹിഷ്കരിക്കുകയല്ലേ ചെയ്തത്? നിങ്ങളുടെ 4 സർക്കാരുകൾ ഒപ്പിടുമ്പോൾ ഞങ്ങൾ സമരത്തിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് ഫണ്ട് വാങ്ങിക്കാൻ ഞങ്ങൾ ഒപ്പിട്ടത്. അത് പറയുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് അത് ശരിയല്ല എന്ന്, അത് ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന്. നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാ നടപ്പിലാക്കുന്നത്? ഈ MOU ഇല്ല, ഞാനൊന്ന് തീർത്തോട്ടെ, പോയിന്റ് കഴിഞ്ഞോട്ടെ. നിങ്ങൾ പറയുന്നു ഈ MOUയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. MOUയിൽ നിന്ന് പിന്മാറിയാൽ ഈ ഗവൺമെന്റിനെ പിരിച്ചുവിടുവോ? ഈ ഗവൺമെന്റിനെ തൂക്കിക്കൊല്ലുവോ? സംഭവിക്കലെന്താ? 3 വർഷം 2022 മുതൽ 25 വരെ കേരളത്തിന് കിട്ടാതിരുന്ന LDF ഗവൺമെന്റിന്റെ കാലത്ത് കിട്ടാതിരുന്നത് പോലെ കുറച്ച് ഫണ്ട് കിട്ടില്ല എന്നേ ഉള്ളൂ. രാജനായർ, നിങ്ങളുടെ സർക്കാരിന് ഒരു ആപത്തും സംഭവിക്കില്ല. CAGയുടെ റിപ്പോർട്ടാണ് താങ്കൾ പറയുന്നത്. CAGയുടെ റിപ്പോർട്ട് വന്നാൽ ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ പോരെ? നിങ്ങളെന്താ ഈ പറയുന്നത്? CAG ആദ്യം നോട്ട് തരും. ആ നോട്ട് തന്നാൽ ഗവൺമെന്റ് പരിശോധിച്ച് മറുപടി കൊടുക്കണം. മറുപടി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് നോക്കുന്നത് കൊണ്ട് ഇന്നത്തെ CAG അങ്ങനെയാണ്. പഴയതുപോലെ നിഷ്പക്ഷമൊന്നുമല്ല. അവരെഴുതി വെക്കും. അത് ഇന്നലെ വന്ന മിനിഞ്ഞാന്ന് വെച്ച CAGയുടെ റിപ്പോർട്ടിൽ കാണാമല്ലോ, കഴിഞ്ഞ ഗവൺമെന്റിനെ കുറിച്ച് എഴുതി വെച്ചത്. അതുപോലെ ചില പരാമർശങ്ങൾ എഴുതി വെക്കും. അല്ലാതെ വേറെന്ത് സംഭവിക്കാൻ, വേറെ ഭൂകമ്പമൊന്നും സംഭവിക്കാനില്ലല്ലോ. നിങ്ങളുടെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു റിമാർക്കായിട്ട് അത് കിടക്കും. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്തിനാ ഞങ്ങളുടെ നയം നിങ്ങൾ നടപ്പിലാക്കുന്നതെന്ന്? ഇനി മദ്യനയത്തിന്റെ കാര്യം നോക്ക്. ഒരു ഗവൺമെന്റിന്റെ മുമ്പാകെ ഒരു നിവേദനം, അത് വ്യക്തികൾ തരും, സംഘടനകൾ തരും, സ്ഥാപനങ്ങൾ തരും, സംരംഭകർ തരും, ഇങ്ങനെ പലരുടെയും ഹർജികൾ വരും. എന്താ ഹർജി ചെയ്യേണ്ടത്? ഉടനെ ചുരുട്ടി താഴെയിടാൻ പറ്റുമോ? സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. ഇപ്പൊ ഇവരുടെ മന്ത്രി ഓഫീസുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടല്ലോ. അവിടെ കിട്ടുന്ന ഹർജികളിലെല്ലാം എന്താണ് ചെയ്യുന്നത്? ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കും. അതിൽ റിമാർക്ക് എഴുതും, പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യുക, പഠിച്ച് റിപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു റിമാർക്ക് എഴുതി, അല്ലെങ്കിൽ പ്ലീസ് ഫോളോ അപ്പ്, ഇങ്ങനെ എന്തെങ്കിലും റിമാർക്ക് എഴുതി കൊടുക്കും. ഇത് തന്നെയല്ലേ അന്നും ചെയ്തിട്ടുള്ളത്. അല്ലാതെ ബക്കാടി കമ്പനിയെ വിളിച്ചിരുത്തി ശരി വാ ഇതെല്ലാം ശരിയാക്കി തരാമെന്ന് പറയുകയല്ലോ ചെയ്തത്. അല്ല, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചട്ടഭേദഗതി വരുത്തി. ഇപ്പോൾ ഒരു കമ്പനി അപേക്ഷ നൽകുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുന്നതിൽ അപാകമില്ല. ഇവിടെ ഇപ്പോൾ ശരിയാണ്, നിങ്ങൾ ടാക്സ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുവഴി കമ്പനി അവരുടെ മദ്യം ഇവിടെ വിപണനം ചെയ്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ KN ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ മാത്യു കുഴൽനാടന് 9/7/2024 കൊടുത്ത നിയമസഭയിൽ കൊടുത്ത മറുപടിയിൽ പറയുന്നത് 2023 വർഷത്തെ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് 0.5% മുതൽ 20% വരെ വീര്യമുള്ള മദ്യം വിപണനം സാധ്യമാക്കുന്നതിന് വിദേശ മദ്യചട്ടത്തിൽ ഭേദഗതി വരുത്തി വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാക്കുക എന്നത് സംസ്ഥാനത്തിന്റെ മദ്യനയത്തിൽ ഉൾപ്പെട്ട വിഷയമായതിനാൽ ആ വിഷയത്തിൽ പെടുന്ന മദ്യത്തിന്റെ നികുതി നിരക്ക് നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന ചരക്ക് സേവന നികുതി കമ്മീഷണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് ചരക്ക് സേവന നികുതി കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ പരിശോധിച്ചു വരികയാണെന്നാണ് 2024 കൊടുത്ത മറുപടി. ആ ചോദ്യം ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ബക്കാടി കമ്പനി നികുതി നിരക്ക് നിശ്ചയിക്കുന്നത് സംബന്ധിച്ചോ അല്ലാതെയോ നികുതി വകുപ്പിൽ എന്തെങ്കിലും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ? പ്രസ്തുത അപേക്ഷയിൽ നികുതി വകുപ്പ് സ്വീകരിച്ച നിലപാട് വ്യക്തമാക്കാമോ? ഇതാണ് മാത്യു കുഴൽനാടന്റെ ചോദ്യം. ഞാൻ നേരത്തെ വായിച്ചതാണ്. KN ബാലഗോപാൽ
വേണുഗോപാലിന്റെ മറുപടി. അപ്പൊ നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് നയപരമായ ഒരു തീരുമാനമെടുക്കുകയും ചട്ടം ഭേദഗതി ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന വസ്തുത അവിടെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് പോയില്ല എന്നുള്ളത് ഞാൻ അംഗീകരിക്കാം. അല്ല, അത് തന്നെയാണല്ലോ കാര്യം. അത് തന്നെയല്ലേ കാര്യം. നിങ്ങൾ എന്താ കാണേണ്ടത്? ഈ 2024 ഈ മറുപടി വന്നപ്പോഴാണ് താങ്കൾ നേരത്തെ കോട്ട് ചെയ്ത VD സതീശന്റെ പ്രസ്താവന ഉണ്ടായത്. ഇതാ അഴിമതി നടക്കുന്നു, നികുതി കുറച്ചു കൊടുക്കാൻ പോകുന്നു, GST കമ്മീഷൻ പരിശോധിക്കുന്നുണ്ട്, റിപ്പോർട്ട് ഗവൺമെന്റിന്റെ മുമ്പാകെയാണ്, അത് പരിശോധിക്കുന്നു എന്നുള്ള മറുപടി കിട്ടിയപ്പോഴാണ് 2024 VD സതീശൻ പറഞ്ഞത് ഇതാ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറക്കാൻ പോകുന്നു, അഴിമതി നടക്കുന്നു എന്ന്. അല്ലേ? അന്ന് തൊട്ട് 2024 മുതൽ ഇതാ ഈ മിനിഞ്ഞാന്ന് വരെയും കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിരക്ക് എത്രയാ? 251%. ആ 251% ഇങ്ങനെ 2.25 മണിക്കൂർ കൊണ്ട് ശരവേഗതയിൽ 9 ഉദ്യോഗസ്ഥരിലൂടെ കൈമാറി രാത്രിയിൽ ഇരുന്ന് അർദ്ധരാത്രിയിൽ ഇരുന്ന് മുഖ്യമന്ത്രി പരിശോധിച്ച് അതിന് അംഗീകാരം കൊടുക്കാൻ മാത്രം, ഇങ്ങനെ നികുതി കുറച്ചു കൊടുക്കാൻ മാത്രം അർജൻസിയാണ്. ശരി, ഒറ്റ ചോദ്യം എന്താണ് ന്യായം? ഇങ്ങനെ കൊണ്ടുപോയത് മറുപടി പറയേണ്ടത്. ഞങ്ങളുടെ ഫയൽ അത് LDF ഗവൺമെന്റിന്റെ ഫയലല്ലേ? ചെയ്യാൻ പറ്റാത്തത് അതിലൊരു സംശയം, ആ സംശയത്തിന് ഒറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങെടുത്ത് അങ്ങ് പറയുന്നു ബക്കാടിക്ക് വേണ്ടിയല്ല ചെയ്തത്. കേക്കൂ, ഫയൽ ഇനീഷ്യേറ്റ് ചെയ്തത് ബക്കാടിയാണ്, ചട്ടം ഭേദഗതി ചെയ്തത് നിങ്ങളാണ്. ആ ചട്ട ഭേദഗതിയിൽ എന്തിനാണ് ബിയറിനെയും വൈനിനെയും മാറ്റി നിർത്തിയത്? അപ്പോൾ ബക്കാടിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പനിയുടെ വീര്യം കുറഞ്ഞ മദ്യത്തെ പ്രത്യേകമായി ബിയറും വൈനും മാറ്റി നിർത്തിയിട്ട് ചെയ്തത് എന്തിനാ? ഒന്ന് വിശദമാക്കാവോ? അപ്പൊ ഇതിന്റെ കള്ളത്തരം മനസ്സിലാവും. നിങ്ങൾ ഉണ്ടാക്കിയ കള്ളത്തരം വേറെയാണ് നികുതി നിരക്ക്. എങ്ങനെ 251% ഉണ്ടാകുമ്പോഴും രാജു വേറെയാണ് നിരക്ക്. പിന്നെ ഞാൻ ചോദിച്ചത് ബിയറും വൈനും മാറ്റി നിർത്തി, ബിയറും വൈനും മാറ്റി നിർത്തി നിങ്ങൾ എന്തിനു ചെയ്തു? അങ്ങനെയാണെങ്കിൽ ബിയറും വൈനും കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കാരശ്ശേരി മാഷ് നേരത്തെ CPM-നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. കാരശ്ശേരി മാഷ് ഇപ്പോ അദ്ദേഹം പറഞ്ഞു 57 മുതൽ ഇവിടെ കള്ളി ഷാപ്പും പിന്നെ റാക്ക് ഷാപ്പും ഒക്കെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ കാലത്ത്. മാഷെ 1967 കള്ളി ഷാപ്പ് ലൈസൻസിങ് EMS ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ അതിലെ 3 മന്ത്രിമാർ മുസ്ലിം ലീഗുകാരായിരുന്നു. മുസ്ലിം ലീഗുകാർ കൂടി ഉൾപ്പെട്ട മന്ത്രിസഭയാണ്. അല്ലാതെ ഞങ്ങൾ വലിയ പിന്നെ നിരീശ്വരവാദികളും നിർമ്മതാവാദികളും പിന്നെ തെമ്മാടികളൊക്കെ അധാർമികരൊക്കെ ആയ പിന്നെ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്തതല്ല, അന്ന് ലീഗുകാരും കൂടി പങ്കാളിയാണ്. ശരി, അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ പിന്നെ ഭരണത്തിന്റെ കാലത്ത് ഈ വീര്യം കുറഞ്ഞ കള്ള് നീര അത് ചെത്തുന്ന പിന്നെ ഒരു പരിപാടി കൊണ്ടോട്ടി മണ്ഡലത്തിൽ നടത്തി. അത് ഉദ്ഘാടനം ചെയ്തത് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളാണ്. പക്ഷെ വീര്യം കുറഞ്ഞ കള്ള് നീര ചെത്തി വെക്കാൻ CPM-ന്റെ നേതാക്കൾ എന്തോ കള്ള് മഹാപാനീയമാണെന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിനു വേണ്ടിയിട്ട് പിന്നെ ഉദ്ഘാടനം നിർവഹിച്ചത് സാദിഖ് അലി തങ്ങളാണ് എന്നുകൂടി കണ്ടാൽ മതി. ശരി, നീര ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലാത്ത പാനീയമാണെന്നാണ് എന്റെ അറിവ്. നമുക്ക് ഒന്ന് അത് തിരുത്താം അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. നോക്കൂ, ഇപ്പോൾ നേരത്തെ ആ ടാക്സേഷന്റെ സംശയം പറഞ്ഞോണ്ട് ബിയറിന് മാക്സിമം 6% വരെയാണ് അനുവദനീയമായ ആൽക്കഹോൾ സ്ട്രെങ്ത്. അതിന്റെ നികുതി നിരക്ക് 116%. വൈൻ്റെ അനുവദനീയമായ നിരക്ക് എന്ന് പറയുന്നത് ആൽക്കഹോൾ കണ്ടന്റ് എന്ന് പറയുന്നത് 8% മുതൽ 15.5% വരെയാണ്. 86% അതിന്റെ ടാക്സ് റേറ്റ്. ഈ പറയുന്ന നേരത്തെ ശ്രീ രാജു പി നായർ പറഞ്ഞ ബ്രോക്കോഡ് വൈൻ വിഭാഗത്തിൽ വരുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ MN കാരശ്ശേരി, ഇവിടെ ബ്രോക്കോഡ് ബിയർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബ്രോക്കോഡ് വൈനായിട്ടാണ് സെല് ചെയ്യുന്നത്. ബ്രോക്കോഡ് ബിയർ ആയിട്ടാണ് സെല് ചെയ്യുന്നത്. 15% ആൽക്കഹോൾ ഉണ്ട്. 15% ആൽക്കഹോൾ ഉണ്ട് അതിനകത്ത്. വൈൻ കാറ്റഗറിയിലാണ്. ഇതൊക്കെ നമ്മളിപ്പോ ഇവര് ബിയറേയും വൈനെയും അതിൽ നിന്ന് ഒഴിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ ബ്രോക്കോഡ് ബിയറിന് 175% ടാക്സ് കിട്ടണമായിരുന്നു. നികുതി നിരക്ക് ഇനിയിപ്പോ നിങ്ങളുടെ എക്സൈസ് പോളിസി അനുസരിച്ച് നിശ്ചയിക്കാലോ. അത് ഞങ്ങളുടെ എക്സൈസ് പോളിസി വരട്ടെ, ഞങ്ങളുടെ എക്സൈസ് പോളിസി വരട്ടെ. ഞങ്ങളുടെ എക്സൈസ് പോളിസി വന്നിട്ടില്ലല്ലോ. ഞങ്ങളുടെ എക്സൈസ് പോളിസി
ഓക്കെ അല്ല, തർക്കം വേണ്ട, തർക്കം വേണ്ട, ഞങ്ങളുടെ നയം വന്നിട്ടില്ലല്ലോ. തർക്കം വേണ്ട, തർക്കം വേണ്ട. VPP മുസ്തഫ, അങ്ങ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നയമാണ് ഇപ്പൊ നടന്നത്. ശരി, ഓക്കെ ഓക്കെ. അല്ല, VPP മുസ്തഫ, അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇന്ന് കേരളത്തിൽ അല്ല, ഞങ്ങളുടെ നിലനിൽക്കുന്ന നയം മദ്യനയം, അല്ല, വരട്ടെ, ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന മദ്യനയം നിങ്ങളുടെ ശരി, ഞങ്ങളുടെ മദ്യനയം വന്നിട്ടില്ല. അതാദ്യം മനസ്സിലാക്കുക. ശരി, അല്ല, വരട്ടെ. എന്തായാലും അതൊക്കെ പുതിയ മദ്യനയം വരട്ടെ. നമുക്ക് അതിന് മുമ്പ് ശരി, ഓക്കെ അതുവരെ ഇത് ഫ്രീസ് ചെയ്യാമല്ലോ. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് എനിക്ക് കാരശ്ശേരി ഭാഷയിലേക്ക് പോകണം. അതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സത്യത്തിൽ ഇത് എന്താണ് പ്രശ്നം? എനിക്ക് തോന്നുന്നു ഈ നേരത്തെ ബക്കാടി കമ്പനിയുടെ അപേക്ഷ വന്നതും സർക്കാരിന്റെ മറുപടിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ആ സമയത്ത് VD സതീശൻ എടുത്ത നിലപാട്, പ്രതിപക്ഷം എടുത്ത നിലപാട് എന്താണെന്ന് നമുക്ക് അദ്ദേഹം അന്ന് പറഞ്ഞത് ഒന്നുകൂടി കേട്ടതിന് ശേഷം ഞാൻ കാരശ്ശേരി ഭാഷയിലേക്ക് പോകും. അപ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ സ്പെസിഫിക് ആയി പറഞ്ഞ എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി കേൾക്കാം. ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടി. തെരഞ്ഞെടുപ്പാണല്ലോ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിൻ്റെ പുറകിൽ. ഇപ്പോൾ ശ്രീ എം എൻ കാരശ്ശേരി, വീര്യം കുറഞ്ഞ മദ്യം കുറഞ്ഞ നികുതിക്ക് കൊടുത്താൽ അത് സർക്കാരിൻ്റെ കിട്ടേണ്ട പണം ഡിസ്റ്റിലറികളിലേക്ക് എത്തിക്കാനുള്ള അഴിമതിയാണെന്ന് വളരെ സ്പെസിഫിക് ആയി പറഞ്ഞ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബജറ്റ് പ്രസംഗത്തിൽ അതേ കാര്യം ഉൾപ്പെടുത്തിയത്. ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. പണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു ബാലമാസികയിൽ തല മാറട്ടെ എന്ന് പറഞ്ഞൊരു ചിത്രകഥ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഭരണത്തിൽ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ വിരുദ്ധമായ കാര്യം ഇപ്പോൾ പ്രതിപക്ഷത്തുള്ളവരും അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുമ്പോൾ അന്ന് പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ശരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് കേരളം കേൾക്കുകയും കാണുകയും ചെയ്യേണ്ടത്? അഭിലാഷ്, ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വളരെ ജാഗ്രതയോടു കൂടി ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ PM ശ്രീയുടെ കാര്യമാണെങ്കിലും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ LDFിൻ്റെ നയം തുടരാനാണെങ്കിൽ എന്തിനാണ് UDF അധികാരത്തിൽ വന്നത് എന്ന് ജനങ്ങൾ നാളെ ചോദിക്കും. അതിലൊരു സംശയമില്ല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി MOU ഒപ്പിട്ടെങ്കിൽ അത് കാലം കഴിയുമ്പോൾ അത് സ്വയം കാലഹരണപ്പെട്ടു പോകും. അതിന് ബേജാറാവേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ ശ്രീ മുസ്തഫയ്ക്ക് ഒരു ചെറിയ മറുപടി കൊടുക്കട്ടെ. എന്നുവെച്ചാൽ 67 തീർച്ചയായിട്ടും സപ്തമുന്നണി ഗവൺമെൻറ്റാണത്. അദ്ദേഹം 3 മന്ത്രിമാർ എന്ന് പറഞ്ഞ് ഓർമ്മ തെറ്റായിരിക്കാം. അന്ന് 2 ലീഗ് മന്ത്രിമാരാണുള്ളത്. ഒന്ന് CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രി, വേറെ ഒന്ന് അഹമ്മദ് കുട്ടി കുരിക്കളി പഞ്ചായത്ത് വകുപ്പ് മന്ത്രി. 2 മന്ത്രിമാരാണ് ലീഗിനുണ്ടായിരുന്നത്. ലീഗ് അതിലുള്ളത് കൊണ്ട് എനിക്കതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല. മുസ്ലിം ലീഗിൻ്റെ വക്താവല്ല ഞാൻ. ഒന്നത്. വേറൊന്ന്, അതേപോലെ നീരയെ പറ്റി പറഞ്ഞു. അതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് മാപ്പിളക്കള്ള് എന്നാണ്. അതിന് ലഹരിയൊന്നുമില്ല. അതിന് ലഹരിയുണ്ട്. ഇപ്പോൾ ലക്ഷദ്വീപിൽ ധാരാളമായിട്ട് ആളുകൾ കുടിക്കുന്ന ഒരു സാധനമാണ്. അത് സുർക്കുണ്ടാക്കാനാണ് അവിടെ എടുക്കുന്നത്. അത് ലഹരിയില്ലാത്തൊരു സാധനമാണ്. തെങ്ങിന്ന് എടുക്കുന്നതാണ്. മൂക്കാത്ത കള്ളാണത്. അതിന് കള്ളെന്ന് പേര് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ തീർച്ചയായിട്ടും ശ്രീ രാജു പി നായർ, എൻ്റെ സുഹൃത്ത്, വളരെ കഷ്ടപ്പെടുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കാൻ എന്നുള്ളത്. എനിക്ക് വലിയ കഷ്ടം തോന്നുന്നുണ്ട്. ഇതൊക്കെ കാര്യം എന്ന് വിചാരിച്ചാൽ അധികാരത്തിൽ വന്ന് 1 മാസം കഴിയുമ്പോഴേക്ക് ഈ തരത്തിൽ നേരത്തെ പറഞ്ഞൊക്കെ ആളുകൾക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇപ്പോഴാണെങ്കിലുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇതിനൊക്കെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോ കാണിച്ചു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ ലളിതമാണ്. PM ശ്രീയുടെ കാര്യത്തിലാണെങ്കിലും ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്നത്തെ ഗവൺമെൻറ്റിന് അത് പിന്നോക്കം പോവേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം യാഥാർത്ഥ്യബോധത്തോടു കൂടി ജനങ്ങൾ പണ്ട് പറയും ജനങ്ങളുടെ ഓർമ്മ വളരെ കുറവാണ് എന്ന്. പബ്ലിക് മെമ്മറി ഷോർട്ട്. അതൊരു ജനാധിപത്യത്തിൽ ഒരു പഴഞ്ചൊല്ല് പോലെ നമ്മൾ പറയുന്നതാണ്. ഇന്ന് അങ്ങനെയല്ല. എന്താ കാര്യം വെച്ചാൽ ഇവിടെ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, പിന്നെ ടെലിവിഷൻ ചാനലുകൾ, എല്ലാവരും എപ്പോഴും വളരെ ഉണർന്നിരിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. ആലോചിച്ചു, കഴിഞ്ഞ ഇലക്ഷനിൽ അത് കണ്ടല്ലോ. ആളുകളെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിച്ചു. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും UDF വളരെ കരുതിയിരിക്കേണ്ട ഒരു സന്ദർഭമാണിത്. കാരണം ജനങ്ങൾ തന്ന ഈ പിന്തുണ ഇത്ര എളുപ്പത്തിൽ അവർ നിരാശപ്പെടുന്ന മട്ടിൽ, അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്ത മട്ടിൽ, ഇങ്ങനെ ന്യായീകരിച്ച് വിഷമിക്കുന്ന തരത്തിൽ ഉള്ള നിലപാടുകളിലേക്ക് പോവരുത്. കാരണം ജനങ്ങളോട് കാണിക്കുന്ന ഒരു മര്യാദ, അവരോട് കാണിക്കേണ്ട ഒരു ബഹുമാനം, അവരോട് പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് PM ശ്രീയുടെ കാര്യത്തിലും
വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ശ്രീ വി ഡി സതീശൻ വളരെ കരുതി പെരുമാറുന്ന ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട, ഇവിടെ മാത്രമല്ല എല്ലാ വികസിത രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട പ്രശ്നം കള്ള്, കഞ്ചാവ്, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ഒരു പരിപാടി നടപ്പാക്കിയതിൻ്റെ അന്തസ്സുള്ള ഒരു ഗവൺമെൻറ് തീർച്ചയായിട്ടും ഈ തരത്തിലൊരു മദ്യനയം എടുക്കാൻ പാടില്ല എന്ന് ജനങ്ങൾ വിചാരിക്കും എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ശരി, ഓക്കെ, വളരെ വ്യക്തമാണ് ആ കാര്യം. എനിക്കൊരു ഇടവേള ഇപ്പോൾ അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഒരു റൗണ്ട് കൂടി വരാം. ഇടവേള ചർച്ചയിലേക്ക് വേണം. ശ്രീ രാജു പിനാർ, ഈ സമയം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഹണിമൂൺ പീരീഡാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാവുക, നിങ്ങളെ പിന്തുണച്ചിരുന്ന ആളുകൾ തന്നെ എതിർക്കുക. ഇപ്പോൾ ബാക്കി CPM വിമർശിക്കുന്നതോ മാധ്യമങ്ങളിൽ വിമർശനം വരുന്നതോ ഒക്കെ ഒരു സ്വാഭാവികതയിൽ വിട്ടേക്കുക. അതിനപ്പുറത്ത് പിന്തുണച്ച ജനവിഭാഗങ്ങളെ നിരാശപ്പെടുത്താതിരിക്കുക എന്നൊരു സമീപനത്തിലേക്ക് UDF പോകണ്ടേ? അഭിലാഷേ, ഇത് ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷ് ഉൾപ്പെടെ പറയുന്ന വിഷയം ഞാൻ അതിനകത്ത് വളരെ ഇതായിട്ട് പറയാം. ഒരു ജമ്പിങ് ദ ഗണ്ണാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് UDFൻ്റെ മദ്യനയം ഇത്തരത്തിലാവുന്നത് ശരിയല്ല. പക്ഷേ UDF മദ്യനയം തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ സംഭവിച്ചത് എന്താ? കഴിഞ്ഞ സർക്കാർ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാക്കിയിട്ട് ആ വിഭാഗത്തിന് ടാക്സ് അസൈൻ ചെയ്യാതിരുന്ന ഒരു ക്ലറിക്കൽ അല്ലെങ്കിൽ ഒരു ഭരണപരമായിട്ടുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ ലാക്സിറ്റി, അത് ഈ ബജറ്റിൽ ഒരു ടാക്സ് അസൈൻ ചെയ്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ ധനകാര്യമന്ത്രി ഇന്ന് ബജറ്റ് മറുപടിയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ UDFൻ്റെ മദ്യനയം തീരുമാനിക്കുമ്പോൾ ഈ മദ്യവും ഇവിടെ വേണ്ട എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ മദ്യവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ മുഴുവൻ ബാറുകളും അടയ്ക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഒരു ബാറും ഇവിടെ ഉണ്ടാവില്ല. ഇത് ഇന്ന് നിലനിൽക്കുന്ന നയം, ഈ പുതിയ സർക്കാർ മറ്റൊരു നയം രൂപീകരിച്ച് അത് ഗവൺമെൻറ്റിന് അവതരിപ്പിക്കുന്നിടത്തോളം സമയം ഇന്ന് നിലനിൽക്കുന്നത് കഴിഞ്ഞ സർക്കാർ അവതരിപ്പിച്ച നയമാണ്. ഒരു നയം സർക്കാർ തുടർച്ചയെന്ന നിലയ്ക്ക് ഒരു ടാക്സ് അസൈൻ ചെയ്യാതെ ഒരു പ്രത്യേക വകുപ്പ് നിന്നിരുന്നതിൽ ടാക്സ് അസൈൻ ചെയ്ത് കൊടുത്തു എന്നുള്ളത് മാത്രമാണ് നടന്നിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് PM ശ്രീ പദ്ധതിയിൽ നമ്മൾ തീരുമാനിച്ചോ PM ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു? നമ്മൾ അതും ജമ്പിങ് ദ ഗണ്ണല്ലേ? ഇത് നടപ്പാക്കേണ്ടി വന്നാൽ, ഇതിൻ്റെ നിയമക്കുരുക്കുകൾ വെച്ചുകൊണ്ട് ഇത് നടപ്പാക്കേണ്ട സാഹചര്യം വന്നാൽ അതെങ്ങനെയാണ് നമുക്ക് നടപ്പാക്കേണ്ടി വരികയാണെങ്കിൽ അതെങ്ങനെ നമ്മൾ നടപ്പാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു മന്ത്രിസഭ ഉപസമിതി വെച്ചിരിക്കുന്നു. ആ മന്ത്രിസഭാ ഉപസമിതിയുടെ ഫൈൻഡിങ് വരട്ടെ. ആ മന്ത്രിസഭാ ഉപസമിതി ഇതിൻ്റെ സാങ്കേതികമായ നിയമപരമായിട്ടുള്ള വശങ്ങൾ നിൽക്കുമല്ലോ, അത് പഠിക്കുമല്ലോ. അത് പഠിച്ചതിന് ശേഷം എടുക്കുന്ന തീരുമാനം സർക്കാർ അംഗീകരിക്കുമ്പോഴല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിന് ഞാനെല്ലാം ഇത് നടക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു തീരുമാനം അതെടുക്കുമ്പോൾ ഭരണപരമായ തീരുമാനത്തിന് പല കാര്യങ്ങൾ പരിഗണിച്ച് വേണം നടക്കാൻ. VPP മുസ്തഫ പറയുന്ന പോലെ നിങ്ങൾക്ക് CAG റിപ്പോർട്ട് വന്നാൽ ഇതെന്താ, അല്ലെങ്കിൽ നിങ്ങൾ ഒപ്പിട്ടിട്ട് മിണ്ടാതിരുന്നാൽ എന്താ, ഇതങ്ങ് ഒപ്പിടാതിരുന്നാ പോരായിരുന്നോ? അല്ല, അവർ എന്നാ കോടതിയിലെങ്കിലും പോകാമായിരുന്നില്ലേ? ഒപ്പിട്ട ശേഷം ഒരൊറ്റ കാര്യം കൂടി ഞാൻ കേൾപ്പിക്കാം. ഒപ്പിട്ട ശേഷം ഈ നിങ്ങൾ വന്നാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടാൽ നമുക്ക് അതിലൊരു ക്ലാരിറ്റി വരുന്നത് എനിക്ക് തോന്നുന്നു. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വാചകം. അല്ല, നമ്മൾ ആലോചിക്കും, നമ്മൾ ഇതിന്റെ എതിർപ്പ് അറിയിക്കും, ഈ പരിപാടി നടപ്പാക്കില്ലെന്ന് അറിയിക്കും. ഉറപ്പായിട്ടും അത് കോൺഗ്രസ് സ്റ്റാൻഡാണ്. ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഇതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശ്രീ രാജു പി നായർ? ഞങ്ങൾക്ക് ഇത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് അങ്ങോട്ട് അറിയിക്കും. അല്ല, അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ആലോചിക്കും. ആലോചിച്ചതിന് ശേഷം ആലോചിച്ചതിന് ശേഷം PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? NEPയുടെ ഭാഗമായിട്ട് വരുന്ന കരിക്കുലം ഉൾപ്പെടെയുള്ള പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ സർക്കാർ ആ കരിക്കുലം, ആ MOU ഒപ്പിട്ടപ്പോൾ ഈ കരിക്കുലം നടപ്പാക്കുന്നത് പൂർണ്ണമായിട്ട് സംസ്ഥാനത്തിൻ്റെ തീരുമാനത്തിന് നിയന്ത്രണത്തിലായിരിക്കുന്നത് പോലും എഴുതി വെക്കാനുള്ള സാമാന്യബോധം ഇല്ലാതിരുന്നവരല്ലേ ഇവർ? ആ MOU എന്ന് പറയുന്നത് ഓരോ സർക്കാരുമായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ. ആ MOU പറയായിരുന്നല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ കരിക്കുലത്തിലുള്ള ഫ്രീഡം വേണം എന്ന് എഴുതി വെച്ചെങ്കിലും ഒപ്പിട്ട് തള്ളാനായിരുന്നല്ലോ എഴുതി വെച്ചത്. അതിലെങ്കിലും എഴുതി വെക്കാനില്ലേ? ഈ ചതി ചെയ്യണ്ടായിരുന്നല്ലോ. കാലഹരണപ്പെട്ടു ശ്രീ രാജു. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അന്ന് പറഞ്ഞ വാചകം ഞങ്ങളെ കൊണ്ട് ഇത് പറ്റില്ല, ഞങ്ങൾ അറിയിക്കും. ഇനിയിപ്പോ യു ഷുഡ് വാക്ക് ദ ടോക്ക്. എന്ത് അന്ന് പറഞ്ഞോ അത് നടപ്പാക്കണമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കില്ലേ സർക്കാരിനെ കുറിച്ച്? അഭിലാഷേ, അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. SSA ഫണ്ടിനെ PM ശ്രീയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു ചതി പിണറായി വിജയൻ സർക്കാർ ചെയ്തു. കോടതിയിൽ പോലും ഇനി SSK ഫണ്ട് വേണമെന്ന് ആവശ്യപ്പെട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി. ഇനി എന്താ പറയുന്നത് കേൾക്കൂ. ഇനി എന്താ ഇതിനകത്തുള്ളത്?
NEP-യുടെ ഭാഗമായിട്ടുള്ള കരിക്കുലം ചേഞ്ച് നടത്താൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു ഈ NEP ഫണ്ട് അത് തീരുമാനം വരട്ടെ. ശരി, അത് തീരുമാനം വരട്ടെ. എനിക്ക് അതിലെ കാര്യങ്ങൾ നമ്മൾ റിസർവ്. ഞാൻ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ശരി, ഇവർ പറയുന്നുണ്ടല്ലോ അതിനകത്ത് കരിക്കുലം ഞങ്ങളുടെ അധികാരമായിരിക്കും. ഫണ്ടിന്റെ കാര്യം കൂടി അതിൽ വന്നുപോയി എന്ന കാര്യത്തിനുള്ള മറുപടി ശ്രീ VPP നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി, എന്നാലും അതിനൊരു മറുപടി വേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത് ശ്രീ VD സതീശനും KM ഷാജി ഒന്നും പഠിക്കാതെ വെറുതെ ജനങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ പഠിക്കാതെ വെറുതെ വിടുവായത്തം പറയുന്നവരാണ്. ശ്രീ രാജു പഠിച്ചു കാര്യങ്ങൾ ഒപ്പിട്ടതിന് ശേഷം MOU ഒപ്പിട്ടതിന് ശേഷം അതിനെ കുറിച്ച് ഞങ്ങൾ അത് നടപ്പിലാക്കില്ല, ഞങ്ങൾ എഴുതി അറിയിക്കും. പരിണാമ സിദ്ധാന്തവുമെല്ലാം CBSE സിലബസിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒഴിവാക്കിയപ്പോൾ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി ബദൽ പാഠപുസ്തകങ്ങൾ ഇറക്കിയതാണ് കേരളത്തിലെ. ചർച്ചകൾ തർക്കങ്ങൾ തുടരും. എന്താകും അന്തിമ റിസൾട്ട് ഈ കാര്യത്തിലൊക്കെ എന്തായാലും ഉപസമിതിയെ കാത്തിരിക്കാം. UDF-ന്റെ മദ്യനയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മദ്യനയം വരുന്നതും കാത്തിരിക്കാം. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.